വിശ്വാസത്തെ ഫ്രെയിം ചെയ്യണം. മനസ്സിൽ സാഹചര്യത്തിൽ വിശ്വാസത്തെ ഫ്രെയിം ഇരിക്കുമ്പോൾ ചെയ്യണം. വിശ്വാസത്താൽ സ്വപ്നം കാണുക. വചനവും വിശ്വാസവും ചേരുമ്പോൾ ഇങ്ങനെ ദൈവപ്രവൃത്തി വിശ്വാസത്തോടെ ഉണ്ടാകുന്നു. പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു എങ്ങനെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് വിശ്വാസത്താൽ നമ്മൾ കാണേണ്ടത്. ഇനി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷനുകളിലേക്ക് വരും, അല്ലെ? നമുക്ക് സങ്കടം കവിയുന്ന സമയങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലതും നടക്കാതെ വരുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ, ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, വിശ്വസിക്കുവാൻ കഴിയാത്ത ചില സിറ്റുവേഷൻ ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പറയുന്ന ഒരു വാക്യമുണ്ട്, ഇത്ര ഭയങ്കരമായ മരണത്തിൽ ഞങ്ങളെ ദൈവം വിടുവിച്ചു. അപ്പൊ ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിശ്ചയിക്കേണ്ടി വന്നു. അപ്പോസ്തലനായ പത്രോസ് ലീഗ പറയുകയാണ്, ആ ഒരു സാഹചര്യം പറയുകയാണ്. വിശ്വാസത്തെ പറ്റി എഴുതിയ ആള്, വിശ്വാസത്തിന്റെ വലിയ വലിയ ഡെഫിനിഷനുകളെ പറഞ്ഞയാള്, പക്ഷെ 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിന്നും ഇത്ര ഭയങ്കരമായി മരിക്കുമെന്ന് ഉള്ളിൽ നിശ്ചയിക്കേണ്ടി വന്നു. പക്ഷെ എന്നാൽ ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? വിടുവിച്ചു. അവൻ മേലാലും വിടുവിക്കും. ഇനി നിങ്ങൾ കേട്ടോണം, നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഇന്ന് മുതൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്തുനിന്ന് ധ്യാനിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ പരിചിതമായ വാക്യമാണ്. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുകയാണ്, വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം, നോക്കിയേ, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, an exceeding greatness of his power. അപ്പൊ നമ്മള് ആരാണോ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമുക്കറിയാം, രക്തസ്രാവമുള്ള ആ സഹോദരി എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ആ മകള് വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ തൊട്ടു. നോക്കിയേ, വിശ്വസിക്കുന്നവരിലേക്ക്, ഇവിടെ പറഞ്ഞ വാക്കിങ്ങനെയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ ആ മകൾക്ക് വേണ്ടി വിശ്വസിക്കുന്ന വ്യക്തിയിലേക്ക് എന്ത് ചെയ്തു? ദൈവശക്തി പാസ് ചെയ്തു. ആമേൻ. അപ്പൊ ദൈവശക്തി പാസ് ചെയ്യുന്നത് കൊണ്ട് ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപരിക്കുന്നവരാണ്. ഇന്ന് കർത്താവിന്റെ വിശ്വസിക്കുന്നവരിലൂടെ നിങ്ങളുടെ ഉള്ളത്തിൽ ആ ഒരു ശക്തി വ്യാപരിക്കുന്നു. ആമേൻ. അപ്പൊ ആ രക്തസ്രാവമുള്ള സ്ത്രീ എന്ത് ചെയ്തു? ആ മകള് ചിന്തിക്കുവാണ്, അതിനാ വാക്യം കൂടെ കാണിക്കല്ലേ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലാണ് ആ വാക്യം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ അവിടെ ഇങ്ങനെ 5-ാം വാക്യത്തിൽ തന്നെ കാണാൻ പറ്റും. ആ വാക്യം ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എടുക്കാവേ. മർക്കോസ് ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ രക്തസ്രാവമുള്ളൊരു സ്ത്രീയെ പറ്റി അവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ മകളുടെ ശരീരത്തിൽ, നമുക്കറിയാം, ഞാനത് പലവട്ടം വചനം പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറിയ വൈദ്യന്മാരാൽ പലതും സഹിച്ച ഒരു മകളായിരുന്നു. ഏറിയ വൈദ്യന്മാരാൽ പലതും സഹിച്ച ഒരു മകള്. അപ്പൊ ആ മകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൾക്ക് എങ്ങനെയെങ്കിലും ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നോക്കിയാൽ നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവിട്ടു ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. എന്റെ കൂടെ പറഞ്ഞേ, യേശുവിന്റെ വചനം കേട്ടാൽ പ്രതീക്ഷ ഉണ്ടാവുമെന്ന് പറ. അപ്പൊ വചനം കേൾക്കണം. ഏറിയ വൈദ്യന്മാരാൽ 12 വർഷമായിട്ട് രോഗത്തിന് ട്രീറ്റ്മെന്റ് നടത്തിയ ആ മകൾ എന്ത് ചെയ്തു? അവക്ക് എന്ത് ചെയ്തു? ഒട്ടും ഭേദം വരാതെ അവള് ഭയപരവശയായി തീർന്ന മകള് യേശുവിന്റെ വർത്തമാനം കേട്ടു. ഞാൻ ചിന്തിക്കുകയാണ്, യേശുവിനെ പറ്റി ആ മകള് കേട്ടു. എന്താ കേട്ടെന്നറിയാവോ? പലരെയും യേശു സൗഖ്യമാക്കുന്നു. ഫീസ് വേണ്ട, മരുന്ന് വേണ്ട, ഒന്നും വേണ്ട, തൊട്ടാൽ അത്ഭുതമാണ്. കണ്ടോ? ആരൊക്കെയോ പറഞ്ഞു കാണും, യേശുക്രിസ്തു തൊടണ്ട, യേശുക്രിസ്തുവിനെ തൊട്ടാലും അത്ഭുതമാണ്. ബൈബിളിൽ പലയിടങ്ങളിൽ പറഞ്ഞുകൊണ്ട് യേശുവിനെ തൊടുവാൻ വേണ്ടി അനേക രോഗികൾ എന്ത് ചെയ്തു വന്നു.
അവിടെ വചനം പറയുന്നു, ഹീലിംഗ് പവർ വെന്റ് ഔട്ട് ഫ്രം ഹിം. യേശുവിൽ നിന്നും സൗഖ്യമാക്കുന്ന ശക്തി പുറപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ യേശുവിനെ തൊട്ടാലും സൗഖ്യമാണ്, യേശു തൊട്ടാലും സൗഖ്യമാണ്. അങ്ങനെ ഒരു വാക്ക് ആ മകള് കേട്ട് കാണും. അതുകൊണ്ടാണ് അവള് യേശുവിൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടി വന്നില്ല, യേശുവിനെ തൊടാൻ വേണ്ടി വന്നു. നോക്കി, ഒട്ടും ഭേദം വരാത്തൊരു സഹോദരി, ഒരു വിടുതലും ഇല്ലാത്തൊരു സഹോദരി യേശുവിന്റെ വർത്തമാനം കേട്ടു. എന്നിട്ട് 28-ാമത്തെ വാക്യത്തിൽ കണ്ടോ, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അളവില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, അളവില്ല. നിങ്ങൾ എങ്ങനെയാണോ കർത്താവിന്റെ വചനം കേൾക്കുന്നത്, ആ കേൾക്കുന്ന വചനം ആ മകളെ അവള് 28-ാമത്തെ വാക്യം കണ്ടോ, അവൾ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് പല സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യം, നമ്മൾ ക്ഷീണിച്ചു മടുത്തു പോകുന്ന സാഹചര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ മടുപ്പുകൾ വരുന്ന സമയങ്ങൾ, പലയിടങ്ങളിൽ നമ്മൾ പ്രെയർ റിക്വസ്റ്റുകൾ അയച്ചിട്ട് നമുക്കൊരു മറുപടി കിട്ടാതെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഇല്ലാത്ത പല സിറ്റുവേഷനിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ, ഈ ശക്തി ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ നോക്കിക്കേ, ഈ ശക്തി വ്യാപരിക്കണമെങ്കിൽ വിശ്വസിക്കുന്ന ആളുകൾ വേണം. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുക ഒരു ശക്തി. ഈ ശക്തിയുടെ പ്രത്യേകത തൊട്ടാൽ സൗഖ്യമാ. ഈ ശക്തി തൊട്ടാൽ സൗഖ്യമാ. പക്ഷെ ഈ ശക്തിക്ക് ഒരു കുഴപ്പമുണ്ട്. എന്നാന്നറിയാവോ? കുഴപ്പമല്ല, ഈ ശക്തിയുടെ ഒരു അനുഗ്രഹം എന്നറിയാവോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ. എന്റെ കൂടെ പറഞ്ഞാട്ടെ, അളവറ്റ ശക്തി പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിലൂടെയാന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ രക്തസ്രാവമുള്ള സ്ത്രീ എന്ത് ചെയ്തു? യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോഴേക്കും അവള് പറയും, ഇനി ഞാൻ എന്നാ പ്രാർത്ഥിക്കാനാ? ഈ 12 വർഷമായിട്ട് മാറാത്ത രോഗം ഇനി എന്നാ മാറാനാ? പക്ഷെ യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോ തന്നെ അവൾ ആദ്യം ഒരു തീരുമാനമെടുത്തു, ഞാൻ രക്ഷപ്പെടും. അപ്പൊ വചനം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, വചനത്തിന്റെ അകത്തിരിക്കുന്ന ശക്തി, അല്ലെങ്കിൽ ദൈവത്തിലിരിക്കുന്ന അളവറ്റ ശക്തി എൻ്റെ ശരീരത്തിലൊന്ന് വെളിപ്പെട്ടാൽ, എൻ്റെ ജീവിതത്തിലൊന്ന് വെളിപ്പെട്ടാൽ, എൻ്റെ സകല വിഷയത്തിൻ്റെ മേലൊന്ന് വെളിപ്പെട്ടാൽ, ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ അളവറ്റ ശക്തി വെളിപ്പെട്ടാൽ, ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ ശക്തി രക്തസ്രാവമുള്ള ഈ ഒരു സഹോദരിയുടെ ആ 12 വർഷമായിട്ടുള്ള രോഗത്തിന്റെ മേൽ വ്യാപരിച്ചപ്പോൾ, ആ രോഗത്തിന്റെ മേൽ വ്യാപരിച്ചപ്പോൾ ഏറിയ വൈദ്യന്മാരാൽ സഹിച്ച ആ മകളുടെ രോഗബന്ധനം ആ നിമിഷം തന്നെ അഴിഞ്ഞു പോയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഈ അളവറ്റ ശക്തിയുടെ ഒരു വ്യാപാരം വെളിപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ അളവറ്റ ശക്തിയുടെ വ്യാപാരം ഒന്ന് വെളിപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, വചനം പറയുമ്പോൾ സ്വന്തമായിട്ടൊരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ രക്ഷപ്പെടും. എൻ്റെ ജീവിതത്തിൽ വചനം പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത ആദ്യം നിങ്ങൾ കയറിക്കൂടണേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ലോകത്തുള്ള സകല, ലോകമെന്ന് ഞാൻ പറയുന്നില്ല, ഇസ്രായേലിലോ യഹൂദിയിലോ ശമരിയിലോ ഉള്ള സകല വൈദ്യന്മാരുടെ ഒക്കെ പോയിട്ട്, ഞാൻ പണ്ടത് പറഞ്ഞായിരുന്ന സാഹചര്യമല്ലേ, ആ കാലഘട്ടത്തിൽ ഇരുമ്പ് ദണ്ട് പഴിപ്പിച്ചിട്ട് ശരീരത്തെ വെക്കുന്ന ഒരു അവസ്ഥ വരെ ഭൂതമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതുവരെ അവള് സഹിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏറിയ വൈദ്യന്മാരാൽ ട്രീറ്റ്മെന്റ് നടത്തി നല്ല പറഞ്ഞിട്ടുണ്ട്, സഹിച്ചു, തനിക്കുള്ളതൊക്കെ ചെലവിട്ടു. ചിലപ്പം അവർക്ക് വീടുണ്ടായിരിക്കും, അതെല്ലാം വിറ്റ് കാണും. നമുക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ സ്വത്ത്, ഇതിനെല്ലാം സൗഖ്യത്തിന് വേണ്ടി എല്ലാം വിറ്റിട്ട് ഒട്ടും ഭേദം വരാതിരിക്കുന്ന ഒരു സഹോദരി. പക്ഷെ ആ സഹോദരി ഒരു തീരുമാനമെടുത്തു. കർത്താവിന്റെ വചനം കേട്ടപ്പോ തന്നെ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടും. കണ്ടോ, ഞാൻ രക്ഷപ്പെടും. സൗഖ്യമായില്ലേൽ എന്ത് ചെയ്യും എന്നല്ല പറഞ്ഞത്, എനിക്കൊരു വിടുതൽ കിട്ടിയില്ല, ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നല്ല പറഞ്ഞേക്കുന്നത്. അവൾ സ്വയം യേശുവിന്റെ വചനം കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ഈ അളവറ്റ ശക്തി വ്യാപരിക്കണമെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുക. ഒരു ഡാം കെട്ടി വെള്ളം തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ഈ ദൈവത്തിന്റെ ശക്തി ഇങ്ങനെ നിൽക്കുക. ആർക്കു വേണ്ടിയാ വ്യാപരിക്കുന്നറിയാവോ? ഇതാരാണോ ഒന്ന് വിശ്വസിക്കുന്നത്, യേശുവിന്റെ വചനം പറയുമ്പോൾ പറയണം, എൻ്റെ അവസ്ഥ മാറും എന്ന് പറഞ്ഞുകൊണ്ട് വചനം പറയണം.
നോക്കിക്കേ, ഇവിടെ വചനം പറയുന്നു, തന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിന്റെ പുറകിലൂടെ വന്ന് യേശുവിന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി. ഭൂതത്തിന്റെ ഉപദ്രവമായിരുന്നു ആ മകൾക്ക്. അവളെ 12 വർഷമായിട്ട് രോഗിയാക്കി വെച്ചൊരു പിശാച് അവളുടെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചികിത്സിച്ചിട്ട് മാറാത്തത്. ഇനി കേട്ടെ, ചികിത്സിച്ചിട്ട് മാറിയെങ്കിലും രോഗം മാറുന്നില്ല, എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ അതിന്റെ പിന്നിൽ ഒരു ബാധയുണ്ട്. 12 വർഷമായിട്ട് മെഡിസിൻ കഴിക്കുന്നു ഈ മകള്. 12 വർഷമായിട്ട് പല വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോകുന്നു. ഇവിടെ രോഗം മാറുന്നില്ല, പകരം ഇത് രോഗമല്ല, ബാധയായിരുന്നു. യേശുവിനെ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. നോക്കിയേ, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. അവളെ 12 വർഷമായി രോഗിയാക്കിയ ദുരാത്മാവ് ബാധ വിട്ട് മാറി. താൻ സ്വസ്ഥയായി തീർന്നു അവൾ ശരീരത്തിൽ അറിഞ്ഞു. കണ്ടോ? അപ്പൊ ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേലേക്ക് പകരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിരിക്കുന്ന ശക്തി പകരണമെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയാവോ? നിങ്ങൾ ഈ ശക്തിയെ പുറത്തെടുക്കുന്നവരാകണം. ഇത് പുറത്തേക്ക് ഒഴുകണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? യേശുവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ സ്വന്തമായി എന്ത് ചെയ്യണം? ആ മകള് പറയുക, ഓ, യേശുവിനെ തൊട്ടിട്ട് സൗഖ്യമായാൽ മതിയായിരുന്നു. ഒരിക്കലും നടക്കത്തില്ല. ഒരിക്കലും അവിടെ സൗഖ്യം നടക്കത്തില്ല. കാര്യം ഓൾറെഡി ആയിരക്കണക്കിന് ആൾക്കാർ യേശുവിനെ തൊടുകയും വലിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരൊന്നും വിടുതൽ പ്രാപിക്കുന്നില്ല. ആമേൻ. അവിടെ എല്ലാം സംഭവിക്കുന്ന എന്നാന്നറിയാവോ? യേശു ക്രിസ്തുവിൽ ആരാണോ വിശ്വസിച്ചുകൊണ്ട് തൊടുന്നത്, അവിടെ ആ പോയിന്റ്. നോക്കിക്കേ, ഇനി താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഈ പ്രഭാഷണം നിങ്ങൾ കേട്ടോണ്ടല്ലേ, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഉടനെ യേശുവിങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട്, കണ്ടോ? യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ഉടനെ ശിഷ്യന്മാര് പറയാണ്, കർത്താവേ, പുരുഷാരം നിന്നെ തിക്കിത്തിരയുന്നത് കണ്ടിട്ട് എന്നെ തൊട്ടത് ആര് എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരോ, കർത്താവേ, 10,000 പേരുണ്ട്, ഞങ്ങളാകെ 12 വോളണ്ടിയർമാരുണ്ട്. ഇതിനിടയിൽ കർത്താവെ അങ്ങേ പിടിക്കാനും വലിക്കാനും പിടിച്ചുകൊണ്ട് പോകാനും ഒക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അതിനിടയിൽ യേശുവെ അങ്ങേ തൊട്ടത് ആരാന്ന് ചോദിക്കുന്നത് എന്തോ ഒരു ചോദ്യമായത്. യേശു പറയുകയാണ്, മോനെ, ഇത് തൊട്ടത് ചുമ്മാ തൊട്ടതല്ല, എൻ്റെ അകത്തു നിന്നും ശക്തിയെ വലിച്ചെടുത്തു. കണ്ടോ? യേശുവിൻ്റെ അകത്തു നിന്നും ശക്തിയെ വലിച്ചെടുത്ത് ആരുടെയോ ജീവിതത്തിൽ അത്ഭുതത്തെ സംഭവിച്ചിരിക്കുന്നു. ആമേൻ. 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ശിഷ്യന്മാർ അവരോട്, പുരുഷാരം നിന്നെ തിരയുന്നത് കണ്ടിട്ട് എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. അപ്പൊ യേശുവിന് മനസ്സിലായി, ഇതാരാണ് എന്നെ തൊട്ടത്. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ടും ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെ പറഞ്ഞു. 34-ാമത്തെ വാക്യം നോക്കി. 34-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ അവനോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നോക്കിക്കേ, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം, നമ്മൾ ആദ്യം എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. എങ്ങനെ വിശ്വസിക്കണം? അവിടെയാണ് ചോദ്യം. വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരാ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശുവിൽ നിന്നും യേശുവിൻ്റെ അകത്തിരുന്ന ആ ശക്തിയെ രക്തസ്രാവക്കാരിയായ സ്ത്രീയിലേക്ക് പകരണമെങ്കിൽ വിശ്വസിക്കുന്ന ശക്തി വെറുതെ പോകത്തില്ല. എങ്ങനെ വിശ്വസിക്കണം? യേശു പറയാണ്, നിന്റെ വിശ്വാസം പോലെ, നോക്കിക്കേ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ അവളുടെ വിശ്വാസം എന്താണ്? നമുക്ക് ആ വാക്യം ഒന്ന് നോക്കിയേ. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവൾ വിശ്വസിച്ചത്? നിങ്ങൾ ഇത്രയും നേരം കേട്ടത് വെച്ചൊന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും ആ മകള് വിശ്വസിച്ചത്? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവള് വിശ്വസിച്ചത്? ഒന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? എന്തായിരിക്കും അവള് വിശ്വസിച്ചത്? ഒന്ന് പറ, എന്തായിരിക്കാം? ഒന്ന് പറ. കേൾക്കാൻ പറ്റുന്നില്ല. ആ മകള് സ്വയം പറഞ്ഞു, യേശുവിന്റെ വർത്തമാനം, അതായത് യേശുവിന്റെ വചനം, അവൾ യേശുവിനെ പറ്റിയുള്ള വചനം കേട്ടു.
ഇത് കേട്ടിട്ട് ഒന്ന് പോയി നോക്കാം, ആ ബ്രദറെങ്ങാനും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വല്ല വിടുതലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വരുന്നവർക്ക് ജന്മത്തിൽ വിടുതൽ ഉണ്ടാകത്തില്ല കേട്ടോ. ഉള്ള കാര്യം പറയുവാണ്. ഈ മകൾ ഉറപ്പിച്ചിട്ടാ വന്നത്, ഇന്ന് ഞാൻ യേശുവിനെ തൊടും. എന്നിട്ട് എന്നാ പറയുന്നത് അറിയാവോ? 2 ഇടി കിട്ടുമെന്നല്ല പറഞ്ഞേക്കുന്നത്, യേശുവിനെ തൊടും, ഞാൻ രക്ഷപ്പെടും. കണ്ടോ, ഇതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. നിന്റെ വിശ്വാസമാണ് രക്ഷിച്ചിരിക്കുന്നത്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് രക്ഷപ്പെടുമെന്ന്. കണ്ടോ, നീ രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ച് വന്നപ്പോൾ കറക്റ്റ് പോയിന്റിലാണ് നീ വിശ്വസിച്ചത്. അതായത് വിശ്വാസത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം. ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ വിശ്വസിക്കുന്ന കാര്യത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ നടക്കും കേട്ടോ. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, നമ്മുടെ ബന്ധമല്ല. നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയങ്ങളാണ്, നമുക്ക് എപ്പോഴും സംശയങ്ങളാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും സംശയ, വിചാര, ഭയ, ചിന്ത, ഭാരങ്ങൾ എപ്പോഴും നമ്മളെ ഭരിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ 12 വർഷമായിട്ട് രോഗത്തിന് രക്തസ്രാവമുള്ള നിങ്ങൾക്ക് സഹോദരിമാർക്കൊക്കെ അറിയാം അല്ലേ? നിങ്ങൾക്ക് ഈ പീരിയഡ്സിന്റെ ഒക്കെ ടൈമിൽ തന്നെ ബ്ലീഡിങ് വരുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ? ഈ 12 വർഷമായിട്ട് ഈ സഹോദരിക്ക് രക്തസ്രാവമാ. അവസ്ഥ ആലോചിച്ച് നോക്കി. ഉണ്ടായിരുന്ന വീട് വിറ്റ്, ഇനി സ്ഥലം ഉണ്ടോ നമുക്കറിയത്തില്ല, അത് വിറ്റ് കാണും. ഉണ്ടായിരുന്ന ജോലിയും കാര്യങ്ങളും ഒക്കെ വിറ്റിട്ട് ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ട് എന്ത് ചെയ്തു? ഇതെല്ലാം കൊടുത്തിട്ട് ഒരു വ്യത്യാസവും വരാതെ ഒന്ന് മനസ്സ് മടുത്ത് കാണും. ഞാൻ ചിന്തിക്കാം, മരിക്കാൻ പേടിയായിരിക്കും അമ്മക്ക്, മരിക്കാൻ പേടിയായിരിക്കും ചിലപ്പം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അതിലേ പോയ ഏതോ ഒരു മനുഷ്യൻ പറയുക, അയ്യോ എൻ്റെ സൗഖ്യം, എനിക്ക് വലിയ രോഗമായിരുന്നു, യേശുവിനെ തൊട്ടു, അല്ലെങ്കിൽ യേശു എന്നെ തൊട്ടു. ഇവളിങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കവല ഇരുന്നുകൊണ്ട് യേശുവിനെ പറ്റിയുള്ള അത്ഭുതങ്ങളെ പറ്റി കവല ഇരുന്നുകൊണ്ട് ആൾക്കാർ പ്രസംഗിക്കുക, അല്ലെങ്കിൽ പറയുക, അയ്യോ എനിക്ക് അവിടെ സൗഖ്യം കിട്ടി, ഇവിടെ ബാധ മാറി, ഇവിടെ ഭൂതം പോയി. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾ തീരുമാനിച്ചു, എൻ്റെ ദൈവമേ എനിക്കും വേണമെന്നല്ല, ഞാൻ രക്ഷപ്പെടുമെന്നാ. കണ്ടോ, ഇപ്പൊ വചനം കേൾക്കുമ്പം ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത ചില സിറ്റുവേഷനിലൂടെ പലപ്പോഴും നമ്മൾ കടന്നു പോകും അല്ലേ? നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ മാനസികമായി, ശാരീരികമായി നമ്മൾ തളർന്നു പോകുന്ന ചില അനുഭവങ്ങൾ നമുക്കുണ്ട്. നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ, ഒന്ന് വാവിട്ട് കരയാൻ പറ്റാതെ, നമുക്കൊരു വചനം പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും തലയ്ക്കകത്ത് ഭരിക്കണം. അങ്ങനെ ഞാൻ പറയാം, ഒരു വചനവും വന്നില്ലെങ്കിലും നിങ്ങളുടെ തലയ്ക്കകത്തൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, ഞാൻ രക്ഷപ്പെടും. നോക്കിക്കേ, മാസത്തിൽ ഒരിക്കലൊരു നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പീരിയഡ്സിന്റെ ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 12 വർഷമായിട്ട് ഈ ബുദ്ധിമുട്ട് സഹിക്കുന്ന രക്തസ്രാവക്കാരിയായ ഈ സഹോദരി, പല വൈദ്യരാന്മാർ ഏറിയ സഹിച്ച ഈ സഹോദരി, ആ മകൾ ഒരു കാര്യം ഉറപ്പിച്ചു, എനിക്ക് വലിയ വചനമൊന്നും അറിയത്തില്ല, ഈ സമയത്ത് എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ രക്ഷപ്പെടും. കണ്ടോ, ഇതെപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാ. പ്രതികൂലങ്ങൾ അവിടെ നിൽക്കട്ടെ, പ്രതിസന്ധി അവിടെ നിൽക്കട്ടെ, ഭാരവും പ്രയാസവും നിൽക്കട്ടെ, യേശുവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തുന്ന മെയിൻ ഘടകം യേശുവിലുള്ള എൻ്റെ ഉറപ്പാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ പിള്ളേരെയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത്, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഇവർ എങ്ങോട്ടും ഒക്കെ ചെതറി ഓടുമല്ലേ? ഇവരുടെ കോൺഫിഡൻസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പനും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, ഇവർ കുറേ ഓടിക്കഴിയുമ്പോഴേക്കും തിരിഞ്ഞു നോക്കും, അപ്പനും അമ്മയും കൂടെ ഉണ്ടോ? കൂടെ ഉണ്ടെന്ന് ഉറപ്പ് കിട്ടിയാൽ പിന്നെ ഇവർ ബസ്സും നോക്കത്തില്ല, ബൈക്കും നോക്കത്തില്ല, വഴിയും നോക്കത്തില്ല, എല്ലായിടത്തും കിടന്നു കൂടും. ഇടയ്ക്ക് അവർ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ആ നടു വഴി നിന്നുകൊണ്ട് കരയാൻ തുടങ്ങും. നിങ്ങൾ പുറകിലുണ്ടെങ്കിൽ നടു തെരുവി വേണം ഇറങ്ങി നടക്കും അവർ. കണ്ടോ, അപ്പൊ അവരുടെ കോൺഫിഡൻസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുണ്ട്, നിങ്ങൾ കൂടെ ഉണ്ട്. അപ്പൊ ആ കൂടെയുള്ള ഉറപ്പാണ് ഈ മകളുടെ അകത്തേക്ക് വ്യാപരിച്ച ആ ദൈവശക്തിയുടെ പിന്നിൽ എങ്ങനെയാണത് സംഭവിച്ചെന്നുള്ളതിന്റെ മർമ്മം ഇതാണ്. അവൾ തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടും. എഫേസ്യർ 1:19 പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അളവൊന്നുമില്ല. കണ്ടോ, 12 വർഷമായിട്ട് മാറാത്തതിനെയൊക്കെ പൊട്ടും. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. ഇതുവരെ സംഭവിക്കാത്തതൊക്കെ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇനി ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, വെറുതെ വചനം പറയരുതേ.
വെറുതെ വചനം പറയരുത്. വചനം പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തൊരു കാര്യം ഉണ്ടായിരിക്കണം. ഇപ്പോഴുള്ള പ്രതികൂലം ഓർത്താൽ കരയാനല്ലാതെ വേറൊന്നും എനിക്ക് പറ്റത്തില്ല. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ഓർത്താൽ എനിക്ക് ചിരിക്കാൻ പോയിട്ടൊന്ന് മാനസികമായിട്ടൊന്ന് നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ എൻ്റെ അകത്തൊരു കാര്യം വന്നു, ഞാൻ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് രക്ഷപ്പെടും. ആമേൻ. രക്ഷപ്പെടും. ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം നിങ്ങൾ വചനം പറയാൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ വചനം പറയുമ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞ വചനം പറയുന്നതെങ്കിൽ 100 വർഷം പറയാൻ പറ്റും, ഒരു സംഭവം മാറത്തില്ല. ഇവിടെ നോക്കിക്കേ, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര്, കർത്താവെ ഈ പുരുഷാരം നിന്നെ ഓൾറെഡി തിക്കിക്കൊണ്ടിരിക്കുക. യഹൂദന്മാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ 2 കയ്യല്ലേ യേശുവിനുള്ളൂ. ആ 2 കയ്യേലും പിടിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് നമ്മൾ താഴെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് തൊട്ട് താഴത്തെ ഒരു വാക്യത്തിൽ പറഞ്ഞു വരുമ്പോൾ തന്നെ അവിടെ ഒരു വാക്കുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ അകത്ത് താഴേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഖ്യപ്പെടാൻ തുടങ്ങി. അവിടെ മറ്റൊരാളിരുന്നുകൊണ്ട് യേശുവിനെ അസഖ്യപ്പെടുത്തുക. യേശുവിന്റെ വലത് കയ്യെ പിടിച്ച് ഇങ്ങനെ വലിക്കും. യേശുവേ വാ, എൻ്റെ മകൾ ഇപ്പം മരിക്കും. ഇടത് കയ്യെ വേറൊരാൾ പിടിച്ചേക്കുക. അപ്പം യേശുവിന്റെ, ഞാൻ ചിന്തിക്കുക, കർത്താവിന്റെ തലമുടിയിലും ദേഹത്തും ഉടുപ്പയിലും ഒക്കെ ആൾക്കാർ വലിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചുമ്മാ പറയുമല്ല, എറണാകുളം മീറ്റിങ്ങിലും നമ്മുടെ നാട്ടിലെ മീറ്റിംഗിലും ഞാൻ അനുഭവിച്ചത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായിരുന്നു. അവസാനം എനിക്ക് തിരിച്ചങ്ങോട്ട് പോലും കയറാൻ പറ്റാത്ത. അപ്പം എനിക്ക് മനസ്സിലായി, കർത്താവെ ഈ ചെറിയവനായ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നെങ്കിൽ യേശുവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. കൈ വെച്ച് ഒരാളുടെ തലയ്ക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ കൈ പോലും കിട്ടിയില്ല. ആൾക്കാർ ആ കൈവായിട്ട് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, അപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ അവസ്ഥ എത്ര വലുതായിരിക്കും. ഇതിൻ്റെ ഇടയിലും യേശുവിന് മനസ്സിലായി ആരാണ് എൻ്റെ വസ്ത്രത്തെ തൊട്ടത്. കണ്ടോ? അപ്പം പള്ളിപ്രമാണി യേശുവിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലൂടെ വന്നിട്ട്, ഞാനിങ്ങനെ ചിന്തിക്കുക, ഇടയിലൂടെ വന്നിട്ട് ആ മകൾ യേശു പോലും അറിയാതെ തൊട്ടതാ. പക്ഷെ അവളുടെ ഉള്ളത്തിൽ ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ മകളോട്, നിനക്ക് മത്തായി 4:3 അറിയാവോ? അറിയത്തില്ല. യോഹന്നാൻ 3:16 അറിയാവോ? അറിയത്തില്ല. സങ്കീർത്തനം വല്ലതും അറിയാവോ? അതും അറിയത്തില്ല. പിന്നെ എന്നെ അറിയാവുന്നത് ഉറപ്പുണ്ട്, യേശുവിനെ തൊട്ടാൽ അത്ഭുതമാണ്. കണ്ടു? അപ്പൊ അവളുടെ അറിവിനേക്കാൾ ഉപരി അവൾ യേശുവുമായിട്ട് കണക്റ്റായ പ്രധാന ഘടകം ഉറപ്പാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തി ഇപ്പോഴും വെയിറ്റിംഗിലാ. അതിങ്ങോട്ടൊന്ന് പാസ് ചെയ്യുന്നില്ല. കണ്ടോ? ആ ശക്തി അങ്ങോട്ട് അടിക്കുന്നില്ല നിങ്ങളുടെ മേലേക്ക്. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? വിശ്വാസം പറയുന്നവർ ഉള്ളത്തിൽ എന്തോ ഉറപ്പിന്റെ കുഴപ്പമുണ്ട്. നിങ്ങളുടെ കുറവല്ല കേട്ടോ. ഇന്നു മുതൽ പറയും, രക്ഷപ്പെടും. ആ വചനം പറയുമ്പോൾ മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സ് നമ്മളോട് പറയും കേട്ടോ. ഈ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. പുള്ളിക്ക് ഇഷ്ടം ഇങ്ങനെ ഈ ലോകത്തോടും അനുരൂപരാകാൻ ഇഷ്ടം. സത്യവാ. മനസ്സിന്റെ ആഗ്രഹം ഈ ലോകത്തോട് അനുരൂപരാകാനാ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു പ്രാർത്ഥന വെച്ചാൽ നമുക്ക് എത്ര ദൂരമുണ്ട് നോക്കിയാൽ 3-4 മണിക്കൂർ യാത്രയാണ്. 3-4 മണിക്കൂർ, അതിലും ഭേദം വീട്ടിലിരുന്നാൽ പോരെ. കണ്ടോ? മനസ്സിന്റെ ഇഷ്ടം, ഒരു പ്രാർത്ഥനയ്ക്ക് പോകുവാൻ മനസ്സത്ര വലിയ ആക്റ്റീവ് അല്ല. കാര്യം മനസ്സെപ്പോഴും ഈ ലോകത്തോട് അനുരൂപരാകാൻ ഇഷ്ടപ്പെടുന്നു. നോക്കിക്കേ, മനസ്സിന്റെ ആഗ്രഹം എപ്പോഴും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹവും മനസ്സിന്റെ ആഗ്രഹവും ഈ ലോകത്തോട് അനുരൂപരാകാനാണ്. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ ആഗ്രഹം ദൈവത്തോട് ചേരാനാണ്. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. നമ്മുടെ മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത് മുഴുവനും ലോകത്തോട് കോംപ്രമൈസ് ആകാനാണ്. കണ്ടില്ലേ? അവരുടെ വിധി കണ്ടില്ലേ? അവരുടെ ജീവിതം കണ്ടില്ലേ? അവർക്ക് സംഭവിച്ചത് കണ്ടില്ലേ? ഇന്നയാൾക്ക് നമുക്ക് ഒത്തിരി ഉദാഹരണമുണ്ട് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ടാണ് ബൈബിളിൽ ഉദാഹരണം നമ്മൾ എടുക്കാവുള്ളൂ. ഏലിയാവിന് വേണ്ടി കർത്താവ് തീ ഇറക്കിയെങ്കിൽ, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് വേണ്ടി കടല് കീറിയെങ്കിൽ, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം അതേപോലെ ചില വഴികൾ തുറന്നിരിക്കും. കണ്ടോ? നമ്മുടെ ഉദാഹരണം ഇങ്ങോട്ടൊക്കെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാക്ഷ്യം കേൾക്കുന്നത്. എൻ്റെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കാനുള്ള പോംവഴികൾ അതൊക്കെ. ആമേൻ. നോക്കിക്കേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നും ആൾ വന്നു. ഉടനെ ആ സഹോദരിയോട് പറയുവാണ്, നിന്റെ ബാധ മാറിയിരിക്കുന്നു, നീ സ്വസ്ഥയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തതേ ആള്, പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറയുകയാണ്, ഇനി നീ ഗുരുവിനെ പിടിച്ച് കയ്യെ പിടിച്ച് കുടയൊന്നും വേണ്ട.
ഇനി ആ കൈ പിടിച്ച് തിരിക്കുമൊന്നും വേണ്ട, യേശുവിനെ അങ്ങ് വിട്ടേക്ക്, കാരണം നിന്റെ മകള് മരിച്ചുപോയി. നോക്കിക്കേ, ഒരു സ്ഥലത്ത് ഒരു സാക്ഷ്യം നമ്മളിപ്പോ കണ്ടു. 12 വർഷമായി രോഗമുള്ള മകള് യേശുവിൽ നിന്നും ശക്തി മേടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെയാണ് അവൾക്ക് ആ അത്ഭുതം ഉണ്ടായതെന്ന് പറഞ്ഞേ? എങ്ങനെയാണ് അവൾക്ക് അത്ഭുതം ഉണ്ടായത്? സൗഖ്യമാകുമെന്നുള്ള ഉറപ്പുണ്ടായി. വിശ്വാസത്താൽ യേശുവിനെ തൊട്ടു. തെറ്റ്. ആദ്യം അവൾ ഉറച്ചു വിശ്വസിച്ചു എന്നല്ല പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു പദമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആദ്യം പറഞ്ഞേക്കുന്ന വാക്യങ്ങൾ നോക്കിയേ, 28-ാമത്തെ വാക്യം ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഇനി ഒന്ന് പറഞ്ഞു. ഇനി ഈ വചനം നോക്കിക്കൊണ്ട് എങ്ങനെ വിടുതൽ ഉണ്ടായെന്നൊന്ന് പറഞ്ഞ് ഉറക്കെ പറ. ഞാൻ യേശുവിന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ മാത്രം പോരാ, പറയണം. ഹല്ലേലൂയ. ബ്രദറെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ. എന്നാലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയണം. ഒന്നുകൂടെ ഞാൻ പറയാം. 12 വർഷമായിട്ട് രക്തസ്രാവക്കാർ പറയോ, ഞാനും വിശ്വസിക്കുന്നുണ്ട്, കർത്താവ് രക്ഷിച്ചാൽ മതിയായിരുന്നു എന്നല്ല. യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ശക്തി ഇങ്ങനെ നോക്കി നടക്കും. ആരുടെ മേലെ ഒന്ന് സൗഖ്യമാക്കേണ്ടത്, ആരുടെ ജീവിതത്തിലെ ബാധയൊന്ന് പുറത്താക്കേണ്ടത്, ആരുടെ വീട്ടിലെ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടത്, ഇങ്ങനെ നോക്കി നടക്കുക. അപ്പം നോക്കുമ്പം രക്തസ്രാവക്കാര് വീട്ടിൽ നിന്ന് ഇറങ്ങി വരിക, യേശുവിനെ തൊട്ടാൽ വിടുതല. കണ്ടോ? അപ്പൊ ഇവളെ ഇങ്ങനെ ടാർജറ്റ് ചെയ്യുമായിരുന്നു ആ ദൈവശക്തി. ആ മകൾ യേശുവിനെ തൊട്ടു, ആ മകള് സൗഖ്യമായി. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്ന ആ മകൾക്ക് വേണ്ടി വ്യാപരിച്ച ദൈവശക്തി, അളവറ്റ ശക്തി വന്നപ്പോഴേക്കും ആ മകളെ രോഗിയാക്കിയ ഭൂതത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ എന്താണ് ആ മകൾ വിശ്വസിച്ചത്? ഞാൻ രക്ഷപ്പെടും. പെട്ടേക്കുമെന്നല്ല, പെടുമായിരിക്കുമെന്നല്ല, രക്ഷപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്തു. നോക്കിക്കേ അടുത്ത വാക്യം. ഇനി നിങ്ങൾ ചിന്തിക്കും, പലപ്പോഴും ബ്രദറെ, ഞങ്ങളും പറയാറുണ്ട്, ഞങ്ങളും വിശ്വസിച്ചത് പറയാറുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങളുടെ മുമ്പിൽ നടക്കാത്തത്? അടുത്ത വാക്യം നോക്കിയേ. അടുത്ത വാക്യത്തിലേക്ക് പറയുന്നു, പള്ളിപ്രമാണിയുടെ അടുക്കലേക്ക് നിന്നും ആൾ വന്ന്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ, ഇനി നോക്കിക്കേ, 12 വർഷമുള്ള രക്തസ്രാവക്കാരിയേക്കാളും ഭയങ്കര ദുഃഖമായൊരു വാർത്തയാണ്. തൻ്റെ മകൾ മരിച്ചുപോയി, ഓമനിച്ചു വളർത്തിയ, പോറ്റി പുലർത്തി വളർത്തിയ, സ്നേഹിച്ചു വളർത്തിയ മകള് മരിച്ചുപോയി. ഇങ്ങനെ പതറി നിൽക്കുന്ന പിതാവിന്റെ അടുക്കൽ വന്നിട്ട് യേശു ആ വാക്ക് കാര്യമാക്കാതെ, നോക്കിക്കേ, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, പിന്നെയും പറയുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, എന്താണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ കേട്ടു രക്തസ്രാവക്കാരുടെ കാര്യത്തിൽ ഓക്കെയാണ്, ആ മകൾ വിശ്വസിച്ചു, എൻ്റെ വിഷയം മാറുമെന്ന്, രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ മരിച്ചുപോയ മകളുള്ള വ്യക്തി മനസ്സ് തകർന്ന്, ഒന്നാലോചിച്ച് നോക്കി, ഒന്ന് കണ്ണടച്ചാൽ ആ പിതാവിന്റെ മനസ്സിൽ സ്കൂളിൽ കൊണ്ടുവിടുന്നതും കൊച്ചിനെ ഓമനിച്ചു വളർത്തുന്നതും താലോലിക്കുന്നതും ആഹാരം കൊടുക്കുന്നതുമായിട്ടുള്ള ചിത്രമല്ലാതെ ഒരു വചനം പോലും വരത്തില്ല, ഒരു വാക്ക് പോലും വരത്തില്ല, ഒരു ബലപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും മകളുടെ ഉള്ളത്തിൽ വരത്തില്ല. ആ പിതാവിനോട് കർത്താവ് പറയുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യോഹന്നാനും സഹോദരനായ യോഹന്നാനെയും അല്ലാതെ മറ്റൊരാളെ കൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. നോക്കിക്കേ, പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാലെ ആരവത്തെയും അവിടെ കരഞ്ഞിരിക്കുന്ന വിലപിച്ചിരിക്കുന്നവരെയും കണ്ടു അകത്ത് കടന്നു. നിങ്ങളുടെ ആരവവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ആ പിതാവിന് വിശ്വസിക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു, പറയണം. ഇവിടെ ഈ പിതാവിന് വിശ്വസിക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല, പക്ഷെ യേശു അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക.
ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടു, യേശു ഇറങ്ങി വന്നില്ല, യേശുവിനെ തൊട്ട് ഒരാൾ സൗഖ്യമായി, പറഞ്ഞ് സൗഖ്യം മേടിച്ചു. രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കിക്കേ, നിങ്ങൾക്കിപ്പോൾ ഒട്ടും പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റുന്നവരോട് ഞാൻ ആദ്യം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി പറയാൻ പറ്റാത്തവർ, ബ്രദറെ എനിക്ക് വചനം പറയാൻ പോലും ഇപ്പൊ പറ്റുന്നില്ല ബ്രദറെ, എനിക്കിപ്പം ഒരു മാനസികാവസ്ഥ ഇല്ല ബ്രദറെ, എനിക്കിപ്പം പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇത് രണ്ടാമത്തെ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആദ്യത്തെ ആൾക്കാരുടെ ക്ലാസ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ആൾക്കാരാണ്. അപ്പം ഇവിടെ ഈ പിതാവിനെ വിശ്വസിക്കാൻ പറ്റത്തേ ഇല്ല. ഇവിടെ ഈ വ്യക്തിക്ക് ഇനി എൻ്റെ കുഞ്ഞ് സൗഖ്യമാകുമെന്ന് ഓർത്താ വന്നത്, പക്ഷെ മരിച്ചുപോയി. ഇനി ആ പിതാവിനെ വിശ്വസിക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ പിതാവ് ഒരു കാര്യം ചെയ്തു, യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നോക്കിക്കേ, അവിടെ യേശു ഏറ്റെടുക്കുകയാണ് ആ വീടിനെ. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ തളർന്നു പോകുന്ന സമയത്ത്, നിങ്ങൾ മാനസികമായി തളരുന്ന സമയത്ത് വചനം പറഞ്ഞ് കർത്താവെ ഒരു കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ ഓർക്കും, ബ്രദറെ എൻ്റെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ വല്ലാതെ ഭാരപ്പെടുമ്പോൾ പേടിക്കരുത്, യേശു നിങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. നോക്കിക്കേ, രക്തസ്രാവക്കാരിയുടെ തലേ കൈവച്ച് യേശു പ്രാർത്ഥിച്ചില്ല. ആ മകൾ യേശുവിനെ തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ തളർന്നിരിക്കുന്ന പിതാവിന്റെ ഭവനത്തിൽ ചെന്നിട്ട് ആ യേശു നേരിട്ടിറങ്ങി ചെല്ലുക. കണ്ടോ, യേശു എല്ലാവരെയും പുറത്താക്കുക. ആ സമയത്ത് ഞാൻ ചിന്തിക്കുക, പിതാവ് നിലവിളിക്കുമായിരിക്കും. പിതാവ് ഒറ്റ കാര്യം ചെയ്ത് യേശുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ വീട്ടിലോട്ട്, അപ്പനെയും അമ്മയും തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്തേക്ക് ചെന്ന് കുട്ടിക്ക് കൈ പിടിച്ചു. നോക്കുകയും അപ്പനെ അമ്മേനെ ചേർത്ത് പിടിച്ച് യേശു. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചോണേ, നിങ്ങൾ തളർന്നു പോകുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ബ്രദറെ, ഞാൻ ഇത്രയും വചനം പറഞ്ഞിട്ടും ബ്രദറെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ. പ്രിയരെ, തളർന്നു പോകണ്ട, പേടിക്കണ്ട. നിങ്ങൾ മടുക്കുമ്പോൾ യേശു ചാടി വരും. നിങ്ങളെല്ലാം ഓർത്തേക്കുന്നത്, നമ്മൾ തളർന്നു പോകുമ്പോൾ യേശു, ഇപ്പൊ നിനക്ക് വചനം പറയാൻ പറ്റുന്നില്ലല്ലേ, ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലേ, എന്നാ വിട്ടേക്കത്തില്ല കർത്താവ്, അവിടെ ചേർത്ത് പിടിക്കും. നോക്കിയാ പിതാവിനെ മാതാവിനെ യേശു അടുത്തു വിളിച്ചു. അവരെ അടുത്തു പിടിച്ചിട്ട് അപ്പനെ അമ്മയും തന്നെ കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട്, അമ്മയും തന്നോട് കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്നിടത്ത് ചെന്നിട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. ബാലേ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നർത്ഥമുള്ള തബീതാ കുമി എന്നവളോട് പറഞ്ഞു. അരാമിക് വാക്കാത്. ഉടനെ ബാല എഴുന്നേറ്റു നടന്നു. അവർക്ക് 12 വയസ്സു ആയിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഒരു വശത്ത് 12 വർഷമായിട്ടുള്ള രോഗബാധ, മറുവശത്ത് 12 വർഷമുള്ള മകള് മരിച്ചു കിടക്കുന്നു. രണ്ടും രണ്ട് സിറ്റുവേഷനാണ്. ഒരു സ്ഥലത്ത് ആ മകൾ എന്ത് ചെയ്തു, പറഞ്ഞ് അത്ഭുതം കണ്ടു. മറു സ്ഥലത്ത് യേശു ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുമ്പോൾ ചിലർ പറയും, ബ്രദറെ ഞാനിപ്പോ വചനം പറഞ്ഞു മടുത്തെങ്കിൽ ഉറപ്പിച്ചോ, യേശു ഇറങ്ങാൻ വേണ്ടി പോവാ. യേശു ഇറങ്ങാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ. എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വീട്ടിൽ നിന്നൊരു വാർത്ത വന്നപ്പോഴേക്ക് യേശു പറയാം, സോറി സഹോദര, ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നിന്റെ വിശ്വാസത്തിൽ നിനക്ക് എന്തോ കുറവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നിന്റെ കൊച്ച് അത്ഭുതം നടക്കാൻ എന്നും യേശു പറഞ്ഞില്ല. ആ വാക്ക് യേശു കാര്യമാക്കിയില്ല. ഉടനെ പറഞ്ഞില്ല, പള്ളിപ്രമാണി, നീ കുറച്ച് ദശാംശം കുറവ് കൊടുത്തായിരുന്നല്ലേ, നീ കഴിഞ്ഞ ആഴ്ച ദശാംശം ഇട്ടില്ലല്ലേ എന്നും പറഞ്ഞൊന്നും പിടിക്കാൻ പോയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടോട്ട് വരാൻ വേണ്ടി പോകണ്ടോ. ഇപ്പം നിന്റെ വീട് ദുഃഖത്തിന്റെ അവസ്ഥയിലാണ്. ഇപ്പം നിന്റെ ഭവനം നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ പ്രിയരെ, ഭാരപ്പെടരുത് കേട്ടോ. ഏത് സമയത്തും യേശു വരും, ഏത് സമയത്തും യേശു പ്രവർത്തിക്കും. ഇനിയാണ് നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കേണ്ടത്. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ, നിങ്ങൾ മനം തകർന്നിരിക്കുമ്പോൾ ഉറപ്പിച്ചോ, ഏതു സമയത്തും ഇനി യേശു വരും. ഹല്ലേലൂയ. ഇതാണ് വ്യത്യാസം. മനസ്സിലായോ? അതുമാണ് ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. കണ്ടോ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കും. ഇവിടെ രക്തസ്രാവക്കാരിയെ പോലെ അല്ല മകൾ മരിച്ച പിതാവ്. രക്തസ്രാവക്കാരി കുഴപ്പക്കാരിയാന്നല്ല ഞാൻ പറഞ്ഞത്. അവളുടെ മനസ്സും മടുത്തിരിക്കുവാണ്. പക്ഷെ അവൾക്ക് പറയാനൊരു കപ്പാസിറ്റി ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും വിശ്വസിക്കാനൊരു കപ്പാസിറ്റി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ പള്ളിപ്രമാണി പതറിപ്പോയി. താൻ കണ്ട് പനി പിടിച്ചു കിടന്ന ഇച്ചിരി സീരിയസ് ഒക്കെ ആയിരുന്നെങ്കിലും, മോളെ ഞാൻ പോയിട്ട് യേശുവിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പുറപ്പെട്ട പിതാവാ. ഒരിച്ചിരി വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ വീട്ടിൽ നിന്ന് ആള് വന്ന് പറഞ്ഞപ്പോ എല്ലാം പോയി. ഉടനെ ആ മനുഷ്യൻ ഓർത്ത് കാണും, നേരത്തെ വരേണ്ടതായിരുന്നു. ഇല്ലെന്ന്, തക്ക സമയത്ത് ഇറങ്ങി വരും. അപ്പൊ നിങ്ങൾ പതറിപ്പോകുമ്പോ ഓർത്തോണം, യേശുവിന്റെ അവസരമാണ്. എന്റെ കൂടെ പറഞ്ഞ്, യേശുവിന് അവസരമുണ്ടെന്ന് പറ. അപ്പൊ വിശ്വാസം പറഞ്ഞ് ക്ഷീണിച്ച് മടുത്ത് തളർന്ന് ഒന്നും കാണാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തു, യേശുവിന് വരാനുള്ള സമയമായി. ഹല്ലേലൂയ. യേശുവിന് വരാനുള്ള സമയമായി. ഈ രക്തസ്രവക്കാരിയുടെ സൗഖ്യം കണ്ടപ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുക, പള്ളിപ്രമാണി 2 ചാട്ടം ചാടിക്കാണ്. അയ്യോ, 12 വർഷമായിട്ടുള്ള ഈ മകള് ഇപ്പൊ സൗഖ്യമായെങ്കിൽ 12 വയസ്സുള്ള എൻ്റെ മോൾ ഇപ്പൊ വിടുതൽ പ്രാപിക്കുന്നവർ 2 ചാട്ടം ചാടിയപ്പോ പുറകിൽ നിന്ന് കൊളറെ പിടിച്ച ഒരാൾ വലിക്കുക. നിന്നേ അച്ചായ, ചാടിയത് മതി, കൊച്ചു മരിച്ചു. കണ്ടോ, ആ ചാട്ടം എല്ലാം പോയില്ലേ? അത്രയും കണ്ട് അത്ഭുതം കണ്ട് സ്വോത്രമൊക്കെ പറയാം. കണ്ട് നമ്മുടെ സാക്ഷിയെ കാണുമ്പോഴേക്കും, അയ്യോ ബ്രദറെ, അത്ഭുത സാക്ഷ്യം, പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, നിങ്ങൾ തളർന്നു പോകുമ്പം ഓർത്തോണം, യേശു കൈവിട്ടിട്ടില്ല കേട്ടോ. ആരെങ്കിലും പറയുമായിരിക്കും നിങ്ങളുടെ കുറവാണ്, അതുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്, നിങ്ങളുടെ കുഴപ്പം കൊണ്ടാന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറ, ഇത് യേശു വരാൻ സമയമായി. ഞാൻ മടുക്കുമ്പോൾ, ഞാൻ തളരുമ്പോൾ, ഞാൻ വീഴുമ്പോൾ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഞാൻ ഓർത്തില്ല. കണ്ടോ, വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസ്ലീഹ പറയുക, ഇനി ഇതിൽ നിന്നൊരു രക്ഷയുണ്ടോന്നും മരിക്കുമെന്ന് ഉള്ളിൽ നിശ്ചയിക്കേണ്ടി വന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഞാൻ പറഞ്ഞത്. മരിക്കുമെന്ന് ഉള്ളിൽ ഉറപ്പിക്കുക, അതുപോലെ വലിയൊരു വിഷയം വന്നു. പക്ഷെ ഈ സിറ്റുവേഷനിലാണ് യേശു ഇറങ്ങിയത്. കണ്ടോ, അപ്പൊ യേശു ക്രിസ്തു ഇറങ്ങുന്ന ചില സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ, അത് ഭയങ്കരവാ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചില അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. യേശു ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത, തളർന്ന് തരിപ്പടമായി പോകുന്ന അവസ്ഥയിൽ പ്രിയരെ, നിങ്ങൾ ഓർക്കരുത് കേട്ടോ, നിങ്ങൾ വിളിക്കുന്ന നാഥൻ കൈവിട്ടെന്ന്. ആ സമയത്ത് നമ്മളെ സ്നേഹിക്കുന്ന യേശു ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ഓർക്കും, കർത്താവേ അങ്ങനെ മറന്നുപോയല്ലേ, ചിലപ്പോൾ എന്നെ ഓർക്കത്തില്ലായിരിക്കാം. ഇല്ല പ്രിയരെ, ആ വചനം പറഞ്ഞ് തളർന്നു പോയ വ്യക്തിയാണോ, നിങ്ങളെ സഹായിക്കാൻ യേശു വന്നിരിക്കും. ഈ പള്ളിപ്രമാണിയുടെ വീട്ടിലോട്ട് യേശു വന്നില്ലേ? കണ്ടോ, കർത്താവ് പറയുക, മക്കളെ നിങ്ങൾ എല്ലാവരോടും നിന്ന് ഞാൻ പോവും അങ്ങോട്ട്, എനിക്ക് ആ കുടുംബത്തെ രക്ഷിച്ചാലും എന്നെ വിശ്വസിച്ച് എൻ്റെ പുറകെ കൂടിയ ആളാ. കണ്ടോ, പള്ളിപ്രമാണി ചുമ്മാ യേശു ഒരു മരണവിവരം കേട്ട് പോയതല്ല, അവിടെ പുറകെ കൂടിയ ആളാ പള്ളിപ്രമാണി. വലിയ പ്രതീക്ഷയോടെ യേശുവിന്റെ പുറകെ വന്നതാ മനുഷ്യൻ. യേശുവെ ഒന്ന് വാ, ഞാൻ വിശ്വസിക്കുന്ന യേശു എന്നൊക്കെ പറഞ്ഞ് വന്ന ആളായിരിക്കാം. ആ മനുഷ്യനെ കൈവിടാൻ യേശുവിന് മനസ്സില്ലെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങളെ എത്ര അധികം പ്രിയരെ. ഒരു കാര്യം ഉറപ്പിച്ചോണം കേട്ടോ, നമ്മളെ തളർന്നു പോകുമ്പോൾ ബ്രദർമാർ കുറ്റം പറയുമായിരിക്കും, സഹോദരി നിങ്ങളുടെ കുറവ് കൊണ്ടാ കേട്ടോ. ബ്രദർമാരൊക്കെ പറയുമായിരിക്കും, ആ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടോ രക്ഷപ്പെടാത്തൊക്കെ പറയുമായിരിക്കും. ബൈബിൾ ക്ലാസ് വെച്ചാൽ വരത്തില്ലോ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ യേശു അങ്ങനെ പറയത്തില്ല കേട്ടോ. യേശു വരും. ആ വീട്ടിൽ വന്നിട്ട് ആ പിതാവിനോട് നീ വിശ്വസിക്കാനൊന്നും പറഞ്ഞില്ല, മാതാവിനോട് പറഞ്ഞില്ല, മാതാവേ വിശ്വസിക്കും. അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കർത്താവിനെ അറിയാൻ നമ്മുടെ എല്ലാ അവസ്ഥകളും ദൈവത്തിന് അറിയാം. ഒരു ബലമുണ്ട്, പിടിച്ചു കയറിക്കണം. ഇനി ബലമില്ലെങ്കിൽ യേശു വരും. ഇത്രയേ ഉള്ളൂ. ഇതാ വിശ്വാസ ജീവിതം. ഇതാണ് വിശ്വാസ ജീവിതം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഈ പോയിന്റ്. പക്ഷെ എന്തും പറഞ്ഞ് നമ്മൾ വചനം പറയാതിരിക്കരുത് കേട്ടോ. വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. രക്തസ്രവക്കാർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, അവൾ അത് ഉപയോഗിച്ചു. കപ്പാസിറ്റി ഇല്ല, അത് ഞാൻ പറഞ്ഞു. 2 കൂട്ടരോടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 തളർന്നിരിക്കുന്നവർ, 2 അല്പമെങ്കിലും ബലമുള്ളവർ. ഈ 2 കൂട്ടർക്കും വേണ്ടി യേശു പ്രവർത്തിക്കും. അല്പം ബലം തന്നത് നിങ്ങൾക്ക് ആ വചനം പറയാനൊരു അവസരമായിട്ടും, ബലമില്ലാത്തൊരവസ്ഥയിൽ യേശുവിന് വരാനൊരു അവസരവുമായിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ഇനി മുതൽ ഓർത്തോണം, കർത്താവിന്റെ വചനം പറഞ്ഞ് ക്ഷീണിച്ച് മടുത്തു പോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ബ്രദർ പോലും ഇപ്പൊ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഒന്നുമില്ല, എന്നാ ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും 100 കണക്കിന് 1000 മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അടുത്ത് മുങ്ങിപ്പോയാലും യേശു വരും കേട്ടോ. യേശു വരും. കർത്താവ് വരും. ഉറപ്പെന്നാന്ന് ചോദിച്ചാൽ പുറകെ കൂടിയതാണ് നിങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ പള്ളിപ്രമാണി പകുതി എത്തിയപ്പോഴേക്കും പറയും, എൻ്റെ കാലും അടുത്തു, ഇത്രയും നേരം ഞാൻ പുറകെ പോയിട്ടും എന്നാ ബഹളവാ. യേശു ഒരു മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. ആ മകൻ വിട്ടുകൊടുത്തില്ല. വിശ്വാസത്തിൽ തളർന്നു പോയവരെ, നിങ്ങൾ പുറകെ ഓടിയിട്ടല്ലേ തളർന്നു പോയത്? വചനം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ മടുത്തു പോയത്?
അല്ലാതെ നിങ്ങൾ ഇട്ടേച്ചു പോയവരല്ലോ. പറഞ്ഞു മടുത്തവരാ നിങ്ങളെങ്കിൽ നിങ്ങളെ കൈവിടത്തില്ല കേട്ടോ. ആ പള്ളിപ്രമാണി യേശുവിന്റെ കൂടെ യെരൂശലേം മുതൽ കൂടിയതായിരിക്കും. വളവും തിരിവും ഒക്കെ കഴിയുമ്പോഴേക്കും ആള് കൂടുമ്പോൾ ഈ മനുഷ്യൻ യേശുവിന്റെ വട്ടം പിടിച്ച, യേശുവെ ഒന്ന് വാ. ഞാൻ ചിന്തിക്കുക കേട്ടോ, ഒരു 10 കിലോമീറ്റർ നടന്നു കാണും യേശുവിന്റെ കൂടെ. ചുമ്മാ അങ്ങ് പറയുക കേട്ടോ, ഉദാഹരണമായിട്ട് അങ്ങ് പറയുക. കുറെ 11ാമത്തെ കിലോമീറ്റർ ആയപ്പോഴേക്കും വാർത്ത വന്നത്, ഇനി പോകണ്ട, ബാല മരിച്ചു. അവിടെ നിന്നുപോയി കാണും പിതാവ്. യേശു കയ്യങ്ങ് ചേർത്ത് പിടിച്ചു, മോനെ ഇത്രയും ദൂരം നീ എൻ്റെ കൂടെ വന്നിട്ടല്ലേ നീ തളർന്നു പോയത്, ഇനി ഞാൻ നിന്റെ കൂടെ വരാൻ വേണ്ടി പോകണ്ടോ? ഇത്രയും നേരം നീ എൻ്റെ വചനം പറഞ്ഞിട്ടല്ലേ മടുത്തു പോയത്, ഇനി ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പോയി. ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രിയരെ വിശ്വാസ ജീവിതം. യേശുവാണ് നമ്മുടെ നായകൻ. നമ്മൾ ഓർക്കും കർത്താവ് എന്നെ കൈവിട്ടെന്നൊക്കെ തോന്നും നമുക്ക്. ഇല്ല, ഇത് അവസരമാണ്. ഒരുങ്ങി നിന്നോ, ഏത് നിമിഷവും കയറി വരും. തളർന്നിരിക്കുമ്പോ പേടിക്കേണ്ട, യേശു ജീവിക്കുന്നു. എന്റെ കൂടെ പറഞ്ഞേ, എന്റെ യേശു ജീവിക്കുന്നു പറ. ഈ ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിൽ വരട്ടെ. ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ ഈ ഉറപ്പ് വരട്ടെ, യേശു എന്റെ ഭവനത്തിൽ വരും. യേശു എന്റെ ഭവനത്തിൽ വരും. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്നും പറഞ്ഞ് വചനം പറയാതിരിക്കരുത്. നടന്ന് മടുക്ക, യേശുവിന്റെ പുറകെ പോവും. യേശുവിന്റെ പുറകെ പോവും. യേശുവിന്റെ പുറകെ പോയാൽ യേശു നിങ്ങളുടെ പുറകെ വന്നിരിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് ഈ രക്തസ്രാവക്കാരിയെ പോലെ തന്നെ രോഗിയായി ഭാരപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞ്, യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഒന്ന് പറഞ്ഞ്. ഇപ്പോൾ അത്ഭുത സൗഖ്യത്തിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയും. ശ്വാസം മുട്ടൽ പോലെ, ആസ്മ പോലെ, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് പോലെ, ഹൃദയത്തിൽ നമ്മുടെ ഈ ബ്രീത്ത് എടുക്കാൻ കഴിയാതെ ഇങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ട് വരുന്ന, മൂക്കിലും വായിലുമൊക്കെ തടസ്സം പോലെ നിൽക്കുന്ന ആൾക്കാര് ഇപ്പൊ ഫ്രീ ആകാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ഓ ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു ബെനീറ്റ അങ്ങനത്തെ ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. ബെനീറ്റ, അത് ഒഫീഷ്യൽ നെയിമാണ്, അതെന്താണെന്നറിയത്തില്ല. ആരെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരാണ്. ബെനീറ്റ എന്നൊരു പേര് ഞാൻ കേൾക്കുക. ബെനീറ്റ. ആ പേരുമായിട്ട് ബന്ധപ്പെട്ടത് മലയാളി നമ്മുടെ ഇടയിലിടുന്ന പേരാണോ അതോ മറ്റെന്തെങ്കിലും പേരാണോ എനിക്ക് അറിയത്തില്ല. മറ്റേതെങ്കിലും രാജ്യക്കാരിയാണ് തരത്തില്ല. പക്ഷെ ആ വ്യക്തി ഒരു ബ്ലെസ്സിങ് ആയി നിങ്ങൾക്ക് മാറാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ബെനീറ്റ. ആരാ സിസ്റ്റർ ബെനീറ്റ? കേട്ടില്ല സിസ്റ്ററെ. ബെനീറ്റ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ മലയാളികളിൽ ആ പേര് കേൾക്കുന്നത്. ബെനീറ്റ. ആ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഒരു സാക്ഷ്യം. ആ മോളിപ്പോ നിൽക്കുന്ന ഭവനം ഏതാ? ഈ ബെനീറ്റ ഈ വീട്ടിൽ തന്നെയാണ് മോള് നിൽക്കുന്നത്, എറണാകുളത്ത്. ആമേൻ. എന്ന് ആ ഭവനം, ആ മകള് നിൽക്കുന്ന ഭവനത്തെ ദൈവം ഒന്ന് ഫോക്കസ് ചെയ്യുവാണ് യേശുവിന്റെ നാമത്തിൽ. എനിക്ക് ഈ ഒരു ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് നടന്നു വന്ന് ഒരു വാർത്ത പറയാൻ വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ അങ്ങനെ ആരെങ്കിലുമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കാം, ഇല്ലെങ്കിൽ ആ പേര് കുറിച്ചു വെച്ചോണം. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്താൽ ഐക്യപ്പെടാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു പേര് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. ഇല്ല അറിയാമെങ്കിൽ പറഞ്ഞു, ഇല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. വലുതായിട്ട് ക്ലിയർ ആയിട്ട് ഇപ്പൊ എനിക്ക് ആരും ഓർമ്മ വരുന്നില്ല. അപ്പൊ ഓർമ്മ ഇല്ലെങ്കിൽ ആ പേര് കുറിച്ചു വെച്ചു. ഇനി തമ്പുരാൻ അയക്കാൻ വേണ്ടി ഓർമ്മയുണ്ടെങ്കിൽ ആ വ്യക്തിയെ നോട്ട് ചെയ്ത് വെച്ചു. ഏകദേശം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. വലിയ പ്രായമുള്ള മനുഷ്യനല്ല, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരു വ്യക്തിയെ പറയുന്ന മനുഷ്യനെ ദൈവം അങ്ങോട്ട് അയക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഏറ്റെടുത്തു. പ്രത്യേകിച്ച് ഈ മോളിരിക്കുന്ന ഭവനത്തിൽ ദൈവം അതൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്ക. ഈ ഇടിപ്പിന്റെ ഭാഗത്ത് ഭയങ്കര വേദന ചില സമയങ്ങളിൽ വന്നിട്ട് നിങ്ങൾക്ക് കുറെ സമയം ഇരുന്ന് കഴിയുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് കുറച്ചു നേരം നിൽക്കേണ്ടി വരും. പലയിടങ്ങളിൽ പോയാൽ പോലും നിങ്ങൾ നിന്നുകൊണ്ടാണ് പല ഫംഗ്ഷനുകളും അറ്റൻഡ് ചെയ്യുന്നത്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് തിരുമണം അല്ലെങ്കിൽ ചൂട് പിടിക്കണം. അതേപോലെ അതിഭയങ്കരമായ പുകച്ചിലും വേദന അനുഭവപ്പെടുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ കൈയെടുത്ത് വെച്ച് ഇനി എങ്ങും പോയി നിൽക്കണ്ട.
സ്വസ്ഥമായിരിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ച യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇന്ന് സൂമിലും കാണുന്ന രോഗികൾ, ആ അസ്വസ്ഥതയുള്ളവര് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ അത്ഭുതം. ഇന്ന് നമ്മൾ കേട്ടല്ലോ, യേശു കൂടെയുണ്ട്, പിന്നെ എന്നെ പേടിക്കാന്, കർത്താവ് നമുക്ക് കൂടെയുണ്ട്. കർത്താവിന്റെ അടിപ്പിണരാൽ കൈയെടുത്തു വെച്ച് യേശുവിന്റെ നാമത്തിൽ ആ ഇടുപ്പിലേക്ക് സൗഖ്യം നിറയുക, അത്ഭുത വിടുതൽ, സൗഖ്യങ്ങൾ സംഭവിക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വയറിന്റെ അവിടെ തടിപ്പ് പോലെ, മുഴ പോലെ, തടിപ്പ് പോലെ നിൽക്കുന്ന വ്യക്തികൾ കൈയെടുത്തു വെച്ച് അപ്രതീക്ഷമാകാൻ വേണ്ടി പോവുക, മുഴകൾ അപ്രതീക്ഷമാകാൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, യേശു ക്രൂശിൽ വില കൊടുത്തതാണപ്പ, സകലതും കർത്താവ് വില കൊടുത്തതാണപ്പ. അങ്ങയുടെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് യേശുവിനെ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞു വെക്കാൻ നോക്കിക്കേ. ആ വേദനയും പുകച്ചിലും അവിടെ നിന്ന് മാറിയിരിക്കുന്നു. സൂമിൽ ആ സൗഖ്യങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. ഇല്ല, യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യങ്ങളായിട്ട് നിങ്ങൾക്ക് അത് അയക്കാം. ഒന്ന് ചെക്ക് ചെയ്തേ. അത്ഭുത സൗഖ്യം ഇപ്പോൾ ശരീരത്തിന് മേൽ വ്യാപരിച്ചിരിക്കുന്നു. ആ രോഗബന്ധനങ്ങൾ നിങ്ങളെ വിട്ട് മാറിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നന്ദി. ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ, കൈവച്ചിട്ടൊന്ന് ചെക്ക് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുത രോഗബാധകളെ ഞങ്ങൾ പുറത്താക്കുന്നപ്പ, രോഗശക്തികളെ ഞങ്ങൾ പുറത്താക്കുന്നപ്പ, അത്ഭുതകരമായ സൗഖ്യത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ നന്ദി കർത്താവേ. പറയാനുള്ളവരാണോ ഈ മ്യൂട്ട് മാറ്റിയെങ്കിൽ? അല്ലാത്തവരെല്ലാം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ ഉള്ളത്തിൽ ഈ ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. സൗഖ്യം സൂമിലാണ് അനുഭവിക്കുന്നവരെങ്കിൽ നിങ്ങൾ അത് മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. അല്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സാക്ഷി വായിച്ചാൽ മതി. ഇത് കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് അത് തുറന്നിരിക്കുകയാണ്. ആ വേദനയുള്ളവരുടെ മേൽ സൗഖ്യത്തെ റിലീസ് ചെയ്തിരിക്കുകയാണ്. യേശുവിന്റെ അത്ഭുതത്തെ നിങ്ങളുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൈവച്ച് പറഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്ത്, എന്നിട്ട് നാളെയല്ല സൗഖ്യം, ഇപ്പോഴാണ് അത്ഭുതത്തിന്റെ സമയം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്, അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ മ്യൂട്ട് ചെയ്ത്. ഓ ജീസസ്, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത്ഭുതങ്ങളുടെ ദൈവമേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളം കർത്താവ് ഇങ്ങനെ കാണിക്കുകയാണ്. ജോളി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പണമിടപാടുമായി ഒരു കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഞാൻ കാണുന്ന ഒരു കാഴ്ച. ആ ഒരു വ്യക്തിക്ക് പണം കൊടുക്കേണ്ട സമയത്ത് നിങ്ങളൊരു വള ഊരി പണയം വെച്ചിട്ട് വരെ ആ വ്യക്തിക്ക് പണം കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇതിനിടയിൽ ഞാൻ കാണുവാണ്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം കയറിക്കൂടിയ സാമ്പത്തിക ഇടപാടുകൾ നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തി, സമാധാനം കെടുത്തി, നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് ആലോചന കേൾക്കുന്നത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണ്. എന്തോ ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. എന്റെ പപ്പായുടെ പേരാണ് ജോളി. ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തിക ഇടപാടിന്റെ വിഷയമുണ്ടോ? സാമ്പത്തിക ഇടപാട്, സ്വർണത്തിന്റെ ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബ്രദർ. ഇപ്പൊ കൂടി അതിന്റെ ടെൻഷനിലാണ്. കുറെ ദിവസങ്ങളായിട്ട് ന്യൂസ് ആയിട്ട് ബ്രദർ ഈ പറഞ്ഞ അവസ്ഥയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം വല്ലതും ബ്രദറിന് പറഞ്ഞിട്ടുണ്ട്? സ്വർണ്ണ ഇടപാടിന്റെ കാര്യം വല്ലതും ബ്രദറെ? ഇല്ല ബ്രദറെ, ഒന്നും പറഞ്ഞിട്ടില്ല. ഏറ്റെടുത്ത ബ്രദറെ, കർത്താവ് കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഉണ്ടായ സകല വിധമാകുന്ന കഷ്ടങ്ങളും തമ്പുരാനത് വിടിവിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചോടെ, വിട്ടുകളയരുതേ. അത്ഭുതം നമ്മുടെ അവകാശമാണ്, സൗഖ്യം നമ്മുടെ അവകാശമാണ്. ആ കണ്ണാടി വെക്കുന്നവർ കണ്ണാടിയൊന്നും ഇല്ലാതെ, യേശുവിന്റെ ആഗ്രഹം കണ്ണാടിയും വെച്ചുകൊണ്ട് ബൈബിൾ വായിക്കാനല്ല കേട്ടോ. യേശുവിന്റെ ആഗ്രഹം പറ, പുതിയ കാഴ്ച അവൻ തരുന്ന ദൈവമാണ്. കേൾവി കുറവാണെങ്കിൽ ഇനി എങ്ങനെയാണ് ഞാൻ അടുത്ത കേൾവിക്കാനുള്ള പരിപാടി നോക്കി നടക്കാതെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു കർത്താവ് എന്നെ ഒരു
പൊന്നമ്മ എന്ന് പറഞ്ഞ ഒരു ഭവനത്തിൽ ഒരു മാതാവിനെ കാണിക്കുകയാണ്. ആ ഭവനത്തിൽ തന്നെ ഈ രണ്ട് പേരുകൾ കർത്താവിനെ കാണിക്കും. ഒരു സതീഷ് എന്നും സന്തോഷം എന്നും പറയുന്ന രണ്ട് പേരുകൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുകയാണ്. ഈ 3 പേരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ എന്നെ കേൾക്കുന്നത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം ഏറ്റെടുത്തോണം. ഈ 3 പേരുകൾ, പൊന്നമ്മ എന്ന് പറഞ്ഞൊരു മാതാവിനെ ഞാൻ കാണുന്നു. ജീവനോടെ ഉണ്ടോ എന്ന് എനിക്ക് കാണുന്നത്, പക്ഷെ പേര് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ജീവനോടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ കുടുംബത്തിൽ സന്തോഷം എന്ന കുടുംബത്തിന്റെ അകത്ത് വിട ഒരു സർക്കിളാണ്. ആ സർക്കിളിന്റെ അകത്ത് ഞാൻ സതീഷ് എന്നും സന്തോഷം എന്നും പറഞ്ഞ 2 വ്യക്തികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ കാണിക്കുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ ഏറ്റെടുത്തു ദൈവപ്രവൃത്തി. പറഞ്ഞു. എന്റെ അമ്മയുടെ അമ്മയാണ് പൊന്നമ്മ. എന്റെ മാമന്റെ 2 മക്കളാണ് സന്തോഷും സതീഷും. സതീഷിന് ഇപ്പൊ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് എല്ല് പൊട്ടി ആ അവസ്ഥയിലായിരിക്കും. സിസ്റ്ററെ, ഈ കാര്യം വല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഞങ്ങളുടെ ആരോടെങ്കിലും വേറെ റിക്വസ്റ്റ് വല്ല അയച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ആ കുടുംബത്തെ വിടിവിക്കുവാൻ യേശു നിങ്ങളെ ഈ ആൾ, അതാ ഞാൻ പറഞ്ഞ, പ്രാർത്ഥിച്ചപ്പോ എത്ര പേര് കേട്ടായിരുന്നു? ഞാൻ ആളെ കാണുന്നില്ല, പേര് മാത്രമേ കാണുന്നുള്ളൂ. എത്ര പേര് അത് കേട്ടായിരുന്നു? ഞാൻ പേരെ കണ്ടുള്ളൂ, എനിക്ക് ശരീരം കാണാൻ പറ്റുന്നില്ലായിരുന്നു. യേശുവിന്റെ നാമത്തിൽ. എന്നാൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് കയറിക്കൂടിയ, ആ കാലഘട്ടത്തിൽ കയറിക്കൂടിയ, ഇന്ന് ആക്സിഡന്റ് ഉണ്ടായത് ഇതിൽ ആർക്കാ ആക്സിഡന്റ് ഉണ്ടായത്? ഈ പറഞ്ഞ 2 പേരുകളിൽ ആർക്കാ ആക്സിഡന്റ് ഉണ്ടായത്? ഒരു കട്ടായി പോയോ? ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അനർത്ഥം ഇനിയും സതീഷ് അല്ലെ? ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. അനർത്ഥം കേറാതെ വണ്ണം. സഹോദരി, നിങ്ങളുടെ പ്രാർത്ഥന കുടുംബത്തിന് അനുഗ്രഹമാണ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ഇത് അവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു വിശ്വാസം ഉണ്ടോ ഇല്ലെന്ന് നമ്മുടെ വിഷയമല്ല. ഞാൻ കൂടുന്ന ഒരു പ്രാർത്ഥനയിൽ നമ്മളെ അറിയാത്തൊരു ബ്രദർ ഇത് പറഞ്ഞു. അതുകൊണ്ട് അത് അവരെ കേൾപ്പിക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. യേശു ക്രിസ്തു ഇനിയും അനർത്ഥങ്ങളിൽ നിന്ന് അവരുടെ കുടുംബം, അവരുടെ ജീവിതത്തിൽ മുഴുവൻ ഇതേപോലെ പല വിഷയങ്ങളാൽ അവർ ഭാരപ്പെടുവാണ്. ദൈവം അവരെ വിടിവിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് അവരെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ സകല രോഗങ്ങളുമായി ഭാരപ്പെടുന്നവർ കൈവച്ചു. ഈ കൂട്ടത്തിൽ അങ്ങ് കൈവച്ച് കടഭാരത്താൽ കടന്നു പോകുന്നവര് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു 12 സെന്റ് സ്ഥലത്തിന്റെ അകത്ത് ഞാൻ കാണുന്നു ജോസഫ് എന്ന് പേരുള്ള ഒരു പിതാവിന്റെ ആധാര പേര് ഞാൻ അതിൻ്റെ അകത്ത് കാണുക. 1998 വീണ്ടും അത് പുതുക്കിയ ഒരു ആധാരം പോലെ ഞാൻ കാണുന്നത്. ആ ഭവനം ഏതാണോ ഇന്ന് ഏറ്റെടുത്തോൾ ആ കുടുംബത്തിന്റെ മേൽ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന സകല വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുരുക്ക് അവിടുന്ന് അഴിയാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏതാണോ ആ കുടുംബം, ഏത് വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ, ഇന്ന് ആ ജോസഫിന്റെ പ്രോപ്പർട്ടിയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ തകർച്ചകൾ മാറട്ടെ. ഈ പറഞ്ഞ പപ്പയുടെ പേരില അത് നെയ്ബേഴ്സ് ഒത്തിരി അവിടെ കന്നഡികാസാണ്. നെയ്ബേഴ്സ് ഒത്തിരി ഹാർഡ് ടൈം പപ്പായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോലീസ് റിപ്പോർട്ടൊക്കെ ആയിട്ട് പോയായിരുന്നു, അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ കൂടെ. ഈ വിഷയത്തിന്റെ അകത്തായിരിക്കുന്നു അല്ലേ? അതെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സിസ്റ്റർ ഏറ്റെടുത്തു. കർത്താവ് ഇന്ന് അവർക്ക് വിരോധമായി നമുക്ക് സ്വസ്ഥത കെടുത്തുന്ന സ്ഥലത്തിന്റെ മേൽ അവകാശം പറഞ്ഞ് അത് തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുന്ന പിശാചിന്റെ നുഖങ്ങൾ, ദൈവമക്കൾക്ക് വിരോധമായി വരുന്നതൊന്നും ഫലിക്കത്തില്ല. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് ക്യാൻസൽ ചെയ്യുന്നപ്പ അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി മാറട്ടെ. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ തന്നെ ഈ സമയത്ത് ശരീരത്തിന്റെ മേൽ സൗഖ്യം അനുഭവിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ആ വേദനകൾ വിട്ടുമാറിയെന്ന് സൂമിൽ ഇന്ന് കൂടുന്നവർക്ക് അനുഭവിക്കുന്നവരുണ്ടോ? ഈ സൗഖ്യത്തെ ശരീരത്തിൽ അനുഭവിക്കുന്നവർ ഇപ്പോ ഉണ്ടെങ്കിൽ പ്രതികരിക്കാൻ നിങ്ങൾക്കും അവസരമുണ്ട്. എനിക്കിന്ന് രാവിലെ ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. ഞാനിന്ന് ഇൻഹേലർ എടുക്കത്തില്ല, കർത്താവ് സൗഖ്യം തന്നേ മതിയാകുന്നു ദൈവസന്നിധിയിൽ ഇങ്ങനെ വാശി പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു രാവിലെ. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്ററെ? ഒത്തിരി കുറവുണ്ട്. ആമേൻ. നന്ദി കർത്താവേ, അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. ഇതേപോലെ മറ്റാർക്കെങ്കിലും സൗഖ്യം അനുഭവിക്കുവാൻ കഴിയുന്നവര്, ശരീരത്തിന്റെ മേൽ അത്ഭുതം ഇന്ന് കർത്താവിന്റെ നാമത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നവര് ധൈര്യമായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഏറ്റെടുത്തു. ദൈവം പറഞ്ഞു. വയറിന്റെ സൈഡിൽ ഒരു വേദന ഉണ്ട്.
കാലങ്ങളായി അത്. ഞാൻ സ്കാൻ ചെയ്തപ്പോ ഒന്നും കുഴപ്പമില്ല, പക്ഷെ ആ വേദന ഇവിടുന്ന് മാറുന്നില്ല. ഇന്നിപ്പോ പ്രാർത്ഥനയിൽ അത് മാറ്റപ്പെട്ടായി കാണുന്ന കർത്താവിന് നന്ദി പറയുന്നു. എത്ര വർഷമായി സിസ്റ്റർ അത് ഇരിക്കുന്നത് ആ വേദന? കുറെ ആയി ബ്രദറെ. വർഷം എനിക്കൊന്നൊരു 4 കൊല്ലം പോലെയൊക്കെ ആയി. പക്ഷെ അവിടെ സൈഡിൽ വേദന സ്കാൻ ചെയ്യുമ്പോൾ ചെയ്താലൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ആ വേദന ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ട്. അതിന് മരുന്നായിട്ടൊന്നും ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കാണിച്ചപ്പോ ഡോക്ടറിനൊരു കുഴപ്പമില്ല. എനിക്ക് എവിടെയും തട്ടി പോവാണെങ്കിൽ വയറെവിടെയും തട്ടി പോവുകയാണെങ്കിൽ നല്ല വേദന. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടൊന്നും വേദന കാണുന്നില്ല. ഓ, ഇത് വലിയൊരു അത്ഭുതമാണ്. 4 വർഷമായിട്ട് ശരീരത്തിന്റെ അകത്ത് വേദനയായിരുന്നു. എവിടെയെങ്കിലും തട്ടിയാല് എന്താ അവസ്ഥ? ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്കറിയത്തില്ല ഭാവിയിൽ എന്താവുന്നു. പക്ഷെ വേദന യേശു പറഞ്ഞു വേദനകൾ ഇന്ന് സൗഖ്യമാകുന്നതാണ് വയറിന്റെ അവിടുന്ന്. ഇന്ന് കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ഇനി നിങ്ങളെ പറഞ്ഞു ഇത് വിട്ടുകൊടുക്കരുത് കേട്ടോ. രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ് ബ്രദറെ. ഞാൻ ഈ രോഗവുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ല. യേശുവിന് അത് ഇഷ്ടമായിരുന്നുവെങ്കിൽ 18 വർഷമായിട്ട് കൂനിയായി ബന്ധിച്ചിരുന്ന അമ്മച്ചി വചനം കേട്ടപ്പോൾ യേശു ചാടിപ്പിടിച്ചു, ആ ബന്ധനം അഴിച്ചുവിട്ടു. വരണ്ട കൈയുള്ള മനുഷ്യൻ പള്ളിക്കാതിരിക്കുക. യേശുവിന് ഇഷ്ടപ്പെട്ടില്ല. വചനം കേൾക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ആ മനുഷ്യൻ വേദനയാൽ ഭാരപ്പെട്ട് കാണും. ചാടി കൈവച്ചു. അവിടെ ഇരുന്ന യഹൂദന്മാർ പറഞ്ഞു ഇന്ന് ശബത്താണ്, കൈവച്ച് എന്തിനാ സൗഖ്യം? യേശു പറഞ്ഞു ഞാൻ വചനം പറയുമ്പോൾ അവൻ രോഗിയായിരിക്കുമ്പോൾ അവൻ വേദന അനുഭവിച്ചിരിക്കും, എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അങ്ങനെങ്കിൽ യേശുവിൻ്റെ ആഗ്രഹം നിങ്ങളുടെ സൗഖ്യമാണ്. യേശുവിൻ്റെ ആഗ്രഹം നിങ്ങളുടെ സൗഖ്യമാണ്. അസാധാരണമായ സൗഖ്യം ഇന്ന് വെളിപ്പെടുകയാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എനിക്കറിയത്തില്ല, ഒരു ഫ്രണ്ടാണോ അതൊരു നിങ്ങളൊരു ആരോ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറുന്ന പറഞ്ഞത് സുറുമി എന്ന് പറയുന്ന ഒരു പേരാണ് കർത്താവ് എന്നെ കേൾപ്പിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളൊരു അത്ഭുതമായി തീരുവെന്ന് കർത്താവ് പറയുകയാണ്. ആ വ്യക്തിയുമായിട്ട് ഈ പറഞ്ഞ പേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, നിങ്ങളുടെ കൂട്ടുകാരിയായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ അടുത്തുള്ളത് ആരാണോ, എന്റെ ഫ്രണ്ടാ ബ്രദറെ, എന്റെ കൂട്ടുകാരിയാ ബ്രദറെ സുറുമി. സിസ്റ്ററുടെ കൂട്ടുകാരി, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് തൊടാൻ വേണ്ടി പോവാണ് നിങ്ങളെ. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ഇന്ന് പൗലോസിടക്കിലേക്ക് ദൈവം അയച്ചതുപോലെ ദൈവം ചില കാര്യത്തിന് വേണ്ടി അയക്കും. അവരുടെ അത്ഭുതത്തിന് വേണ്ടി ദൈവം നിങ്ങൾ അയക്കാൻ വേണ്ടി പോവാ സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ നന്ദി യേശുവേ. ഈ സമയത്തും എൻ്റെ ഉള്ളത്തിൽ പിന്നെയും കർത്താവ് പറയുക അത്ഭുത സൗഖ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ലൈവിലൊക്കെ കാണുന്നവര് നിങ്ങൾ അതും ഇതും നോക്കിക്കൊണ്ടിരിക്കാതെ ചാടിപ്പിടിച്ചോ, കണ്ണുകളുടെ മേൽ കൈവച്ചോ, ആരുടെയെങ്കിലും മേൽ കൈവച്ചോ, രോഗികളായി ഭാരപ്പെടുന്നവർ എല്ലാം മേൽ കൈവച്ചോ, വലിയൊരു പകർച്ച നിങ്ങളുടെ മേൽ സംഭവിക്കുക. അത്ഭുത സൗഖ്യം ഇന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ചാടിപ്പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ. നന്ദി കർത്താവി, നന്ദി കർത്താവി, നന്ദി കർത്താവി. അങ്ങയുടെ അത്ഭുത സൗഖ്യത്തെ തമ്പുരാൻ ഞങ്ങളുടെ ശരീരത്തിന്റെ മേൽ നിറയ്ക്കുന്നല്ലപ്പ. ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങളുടെ അവകാശമാണ്. കാലപ്പഴക്കം ചെന്ന രോഗബന്ധനങ്ങൾ അഴിയട്ടെ. രോഗത്തിന്റെ ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങൾ വിട്ട് മാറിപ്പോകട്ടെ. ജന്മനാ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൈകൾ ഉണ്ടായി വരട്ടെ കർത്താവ്, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. സകല ബുദ്ധി മേഖലയ്ക്കകത്തും ചലനങ്ങൾ ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം. Oh, in the name of Jesus, in the name of Jesus, in the name of Jesus. 2011 കാലഘട്ടത്തിൽ ഇസ്രായേൽ രാജ്യത്ത് ജോലി സംബന്ധമായി യാത്ര ചെയ്ത ഒരു വ്യക്തിയെ കർത്താവ് ഇത് തൊടുവാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞു ശൂന്യമായ പടകിലാണ് നിൽക്കുന്നത്. പക്ഷേ പത്രോസ്ലീഹായുടെ വല കീറുമാറ് നന്മ തുറന്നതുപോലെ ദൈവം നിങ്ങളുടെ നന്മ തുറക്കാൻ വേണ്ടി കിട്ടുന്നത് മുഴുവനും ആ കടലിലേക്ക് എറിയുന്ന അവസ്ഥയാണ്. ഒന്നും വള്ളത്തെ കയറുന്നില്ല, മുഴുവൻ കടലിൽ പോകുന്നൊരവസ്ഥയാണ്. ഈ കടലുമായിട്ട് എന്നാ ബന്ധമൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഉള്ളത്തിൽ പറഞ്ഞ് ഇനി കടലിൽ പോകത്തില്ല, വള്ളത്തേലോട്ട് നന്മ കയറാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. 2012 ആരാണോ ഇസ്രായേലിൽ ജോലിക്കായിട്ട് പോയത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു നന്മ കൈവരാൻ വേണ്ടി പോവാണ് യേശുവിന്റെ നാമത്തിൽ. അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ദൈവ പ്രവൃത്തി നിങ്ങളുടെ മേൽ സംഭവിക്കുന്നു. ഓ യേശുവേ, നന്ദി കർത്താവി, നന്ദി കർത്താവി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആ വ്യക്തികളുടെ മേൽ സംഭവിക്കുന്നല്ലോ. സകല ഞെരുക്കങ്ങളും സകല കടഭാരങ്ങളും ഇപ്പോൾ വിട്ടു മാറട്ടെ.
ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ സ്കറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് മോളി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടെ ചേർത്ത് തന്നെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അവിടെ ഞാനൊരു പാപ്പൻ എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേരുള്ള ഒരു പിതാവിനെ കർത്താവ് എന്നെ കാണിക്കുക. പക്ഷെ അതൊരു അവ്യക്തമായിട്ടാണത് കാണുന്നത്. ആ കുടുംബം ആരാണോ എന്നെ കേൾക്കുന്നത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വിടുതലിനെ സ്വീകരിച്ചു. നന്മ കയറാൻ വേണ്ടി പോകുന്നു, ഉയർച്ച വരാൻ വേണ്ടി പോകുന്നു. സകല ബന്ധനങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബം വിട്ട് മാറുകയാണ്. സമാധാനം സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. ദൈവപ്രവൃത്തിയെ സ്വീകരിച്ചാട്ടെ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ, അത്ഭുതങ്ങൾ വ്യാപരിക്കുന്നല്ലോ, പ്രതിസന്ധികൾ വിട്ടുമാറുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ. എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഞാൻ ഒരു മനസ്സിൽ മറന്നു അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പറയുകയാണ്. നാളെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന ഇപ്പൊ ആരും നിങ്ങളൊന്നും പ്രതികരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. നാളെ നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന വെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ സമയം ഇന്നാളത്തെ പോലെ തന്നെ 2 മണിയായിരിക്കും. അതിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. കഴിഞ്ഞ ദിവസം പോലെ തന്നെ രാത്രി 9 മണി വരെ നീണ്ടു പോയില്ലെങ്കിലും എത്ര നേരമാണോ ദൈവാത്മാവ് നമുക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നത് അത്രയേ സമയം വരെ അന്യഭാഷാ പ്രാർത്ഥന മൂവ് ചെയ്യട്ടെ. നാളെ വ്യത്യാസമൊന്നുമില്ല. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ സമയം ആ ടൈമിൽ, അതിൻ്റെ ബാക്കി UK ടൈമൊക്കെ ഞാനത് അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പം നാളെ ആഗ്രഹിക്കുന്നവർക്ക് ഷോർട്ട് നോട്ടീസാണ് അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേരാം. കഴിഞ്ഞ പ്രാവശ്യം കേട്ടതുപോലെ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകുവാനും അത്ഭുത സാക്ഷ്യങ്ങൾ, സൗഖ്യങ്ങളും ഒക്കെ നടന്നു. നമുക്ക് പിന്നെയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ആ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ സെയിം ലിങ്ക് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന, അതേ ലിങ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹെഡിങ്ങിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ആ സമയം ഞാൻ അറിയിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈലവെടുത്ത് വെച്ച്, കടഭാരത്താൽ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ATM-ഉം പേഴ്സും എന്താണോ പാസ്ബുക്കോ എന്തോ ഒക്കെ എടുത്തു വെക്കുക. ആ പാസ്പോർട്ടും ഒക്കെ കൈയൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് എന്നെ ഒരു അക്കൗണ്ട് നമ്പറിന്റെ ഇത് കാണിക്കുക. 1503 ഈ സംഖ്യയുള്ള 1503 ഈ കുറേ സംഖ്യകൾക്ക് ഇടയ്ക്കാണ് ഈ സംഖ്യ ഉള്ളത്. 1503 ഈ അക്കൗണ്ട് നമ്പറാണോ അതോ ATM-ലുള്ള നമ്പറാണോ എനിക്കറിയത്തില്ല. ഈ നമ്പറുള്ള ഒരു അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് തമ്പുരാൻ മിറക്കിൾ മണികൾ തുറക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ അത്ഭുത കരം ഇന്നവിടെ മേൽ വെളിപ്പെടട്ടെ. അതൊന്ന് ചെക്ക് ചെയ്താട്ടെ, അത് നോട്ട് ചെയ്താട്ടെ. അത് നിങ്ങളുടെ പാസ്ബുക്കിലോ നിങ്ങളുടെ നമ്പറിലോ നിങ്ങളുടെ ATM-ലോ ആ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങളുടെ കോഡ് നമ്പറാണെന്ന് എനിക്കറിയത്തില്ല. ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കേ അറിയത്തുള്ളത്. അതിൻ്റെ മേലൊരു പ്രവൃത്തിയെ ദൈവം അയക്കാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ മേൽ നന്മ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ്, ഈ സൂമിൽ കാണുന്നവരാണെങ്കിൽ ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചു. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിന്റെ അകത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാനിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. സിസ്റ്ററെ മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാനുണ്ടെങ്കിൽ മൈക്ക് മ്യൂട്ട് മാറ്റിയാൽ മതി. ഈ ആലോചനയുമായിട്ട് സൂമിലാണ് നിങ്ങൾക്ക് ആലോചന ഇടപെട്ടെങ്കിൽ, അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നമുക്ക് ഇത്രയും പേര് ലൈവിലും എല്ലാം പോകുന്നതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നു. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഇതിനു ശേഷം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. സകല വിഷയത്തിന്റെ മേൽ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, ഈ സമയത്ത് തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക വിഷയത്തിന്റെ മേൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബ വിഷയങ്ങൾ സമാധാനം ഉണ്ടാകട്ടെ. രോഗങ്ങൾ ഇപ്പോൾ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്
യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം എൻ്റെ അവകാശമാണ്. ആരോഗ്യം എൻ്റെ അവകാശമാണ്. ഇപ്പോൾ ഈ നിമിഷം തന്നെ സംഭവിച്ചു അത്ഭുതം. യേശുവിന്റെ നാമത്തിൽ അത് ഡിക്ലെയർ ചെയ്ത് കൺഫേം ചെയ്യുന്ന കർത്താവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ്. ഒരു വിസിറ്റിംഗ് കാർഡ് ഞാൻ കാണും, എന്തോ ഒരു കടയുടെയോ മറ്റോ എന്തോ ഒരു കാർഡാണ്. അതിൻ്റെ അകത്ത് ഈ ചെമ്പരത്തി എന്ന് എഴുതിയിരിക്കുന്ന ഒരു വിസിറ്റിംഗ് കാർഡ്. അതെന്തോ കമ്പനിയാണോ അതോ എന്തോ കടയുടെയാണോ എന്തേലും. ചെമ്പരത്തി എന്നാണ് ആ വിസിറ്റിംഗ് കാർഡ് ഞാൻ കാണുന്നത്. ആ വിസിറ്റിംഗ് കാർഡ് ഇരിക്കുന്ന ഭവനം അല്ലെങ്കിൽ ആ വ്യക്തി ആരാണോ ആ കുടുംബത്തെ ദൈവം തൊടാൻ. ഇതൊരു അടയാളമാണ്, ഞാൻ കാണുന്ന അടയാളമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ കുടുംബത്തെ തമ്പുരാൻ തൊടാൻ വേണ്ടി പോകുന്ന പറഞ്ഞത് ആ വിസിറ്റിംഗ് കാർഡ് ഇരിക്കുന്ന ഭവനത്തെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതം ഇന്നവിടെ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി കർത്താവേ. അത്ഭുത പ്രവൃത്തി ഇന്നവിടെ സംഭവിക്കട്ടെ. അത്ഭുത വിടുതൽ അവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷ്യമായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നപ്പാ, കർത്താവിന്റെ സാക്ഷ്യമായി തീരട്ടെ. അത്ഭുതമായി മാറട്ടെ. ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. നന്ദി യേശുവേ. നന്ദി കർത്താവേ. അങ്ങയുടെ സാക്ഷ്യമായി തീരട്ടെ. കർത്താവ്, ഞാൻ ഓരോ വ്യക്തികളെ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ, അങ്ങയുടെ നാമമഹത്വം എന്ന് വെളിപ്പെടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവെ അങ്ങ് തൊട്ട് പിടിപ്പിക്കുന്ന കൃപയ്ക്ക് നന്ദി. അങ്ങ് അത്ഭുതമാക്കുന്ന കൃപയ്ക്ക് നന്ദി. ഈ നിമിഷം തന്നെ അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് തൊട്ട് വിടുവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായിട്ട് സാക്ഷ്യമുള്ളവർക്ക് സാക്ഷ്യങ്ങളെ പറയാം. കർത്താവിന്റെ വേലയെ ഞാൻ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവിനാൽ ദൈവം നിറയ്ക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. രോഗസൗഖ്യത്തിന്റെയോ മറ്റേതെങ്കിലും സാക്ഷ്യമായിക്കോട്ടെ, ചുരുക്കം വാക്കുകളിൽ പറയുവാൻ ശ്രമിക്കണം. കാര്യം മറ്റൊരാൾക്കും കൂടെ അവസരം കൊടുക്കുക. ഈ സമയത്ത് ആലോചന ഇടപെട്ടതാണെങ്കിൽ ഒരേ ആലോചന ഒരേപോലെ വന്നവരെ എടുത്ത് പറയണ്ട, സ്വീകരിച്ചാൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ, സൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഇത് വരുന്നില്ല, സാക്ഷിയല്ല. ഈ മൊബൈലിൽ എനിക്ക് ലിങ്കുകളൊന്നും വരുന്നില്ല ഈ നമ്പറിൽ. സിസ്റ്ററെ, ഇപ്പൊ നമ്മൾ ഗ്രൂപ്പിലാണ് ലിങ്കുകൾ വരുന്നത്. അത് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ആ ലിങ്ക് തന്നെയാണ്, സെയിം ലിങ്ക് തന്നെയാണ്. വ്യത്യാസം വരുമ്പോൾ ഞാൻ എല്ലാവർക്കും അയക്കുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് അസാധ്യമായതുകൊണ്ട് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ അതിനാകുമ്പോൾ എനിക്ക് ഒരു തവണ ഇട്ടാൽ മതി ഗ്രൂപ്പിലേക്ക് ലിങ്ക്. അതാണ് എളുപ്പം. അപ്പൊ ലിങ്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് വരുന്നുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ പറയുമ്പോഴത്തേക്ക് ഫാസ്റ്റ് പറയുന്നതിനൊന്നും റിപ്ലൈ പറയാനും പറ്റില്ല, എപ്പോഴും മ്യൂട്ട് ആയിക്കൊണ്ടിരിക്കുക ഇതില്. ഇവിടെ ഞാൻ ആ സമയത്ത് മാത്രമേ അൺമ്യൂട്ട് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ഒരേപോലെ മ്യൂട്ട് ചെയ്താൽ ചില ആളുകൾ അനാവശ്യമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സൗണ്ട് വിഷയങ്ങൾ വരും. എല്ലാവർക്കും കൂടെ വരുമ്പോഴേക്കും സൗണ്ട് ക്ലാഷ് ആകുന്നത് കൊണ്ട്, നെറ്റ്വർക്കിന്റെ പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇത് മ്യൂട്ട് ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് എന്റെ പേര് ശകുന്തള. ഒരു സാക്ഷ്യം പറയാനാണ്. കഴിഞ്ഞ ശനിയാഴ്ചത്തെ സാക്ഷിയാണ്. എനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല. വീടിന്റെ സിറ്റുവേഷൻ കാരണം എനിക്ക് വല്ലാതെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിയായിരുന്നു. ഒരുപാട് എനിക്ക് ഭയപ്പെടുത്തുന്ന രീതിയിൽ ഹാർട്ട് ബീറ്റ് കൂടിയായിരുന്നു. അപ്പം ബ്രദറിന്റെ പ്രാർത്ഥിക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം തന്നതിനായി നന്ദി എന്ന് പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു അല്പസമയം കൂടി അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് നോർമലായി. അത് ആ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഒരു അമ്പ് വലിച്ചു വിടുന്ന പോലെയായിരുന്നു ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വിരലിന്റെ ടിപ്പിൽ വരെ അതിങ്ങനെ എനിക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്ഭുത സൗഖ്യം. സ്തോത്രം.
പ്രൈസ് ലോർഡ് ബ്രദറെ, പ്രൈസ് ലോർഡ്. ഇന്നലെ തൊട്ട് എനിക്ക് ജസ്റ്റ് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോ എന്താ ചെയ്യേണ്ടത്? സിസ്റ്റർക്ക് ഞാൻ പ്രയർ റിക്വസ്റ്റ് അയച്ചെങ്കിൽ കൂടി ആ കുട്ടി അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് ആലോചിച്ച് പെട്ടെന്നാണ് എനിക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യം. ഞാൻ വചനം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ അതിന് മാറി. ഇപ്പൊ എനിക്ക് പരിപൂർണ്ണ സൗഖ്യമുണ്ട് ബ്രദറെ. ബ്രദറെ ബ്രദറെ ഹലോ. സാക്ഷ്യം മെയ് മാസത്തില് നമ്മുടെ സരിത കുടുംബം, നമ്മുടെ നാത്തുവിന്റെ മകളാണ് സരിത, ഭർത്താവിന്റെ പെങ്ങളാണ്, അവരുടെ മോളാണ് ഈ സരിത. അവരുടെ വീട്ടിലൊരു എന്താണ് സാക്ഷ്യം പറയാനിടയിൽ ഒരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം മോള് പ്ലസ് ടുവിൽ എല്ലാ വിഷയത്തിലും നല്ല മാർക്കോട് പാസ്സായി. 10ാം ക്ലാസ് തന്നെയാണ് പ്ലസ് ടു പാസ്സായി. കുട്ടി ഡോക്ടർ ഭാഗം പഠിക്കാൻ എൻട്രൻസ് എഴുതാൻ പോയിരിക്കുന്നത് തൃശ്ശൂരിലാണ് അവിടെ പഠിക്കുന്നത്. ഒരു കോടികൾക്ക് മേലെ ചെലവാകുന്നാലും നല്ല മാർക്കോട് കൂടി ഉള്ളതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. ബ്രദർ പറയുകയും കൂടി ചെയ്തു, പേരെടുത്ത് പ്രവചനത്തിൽ പറഞ്ഞാണ്. അത് ഞാൻ അവരടുത്ത് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി കുടുംബശ്രീയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സരിത പറഞ്ഞത് ഡ്രൈവിംഗ് കാറിന്റെ സ്കൂട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലും ദൈവം വലിയൊരു അനുഗ്രഹമാണ് കൊടുത്തു. ഞാൻ പറഞ്ഞിരുന്നു എന്റെ പേര് പറഞ്ഞിരുന്നു വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞിരുന്നു. ബ്രദർ വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞു, ബ്രദർക്ക് നന്ദി പറഞ്ഞു. നന്ദി കർത്താവ്. ഇന്ന് ദൈവം ആലോചനയിലൂടെ ദൈവത്തിന് കുടുംബത്തെ ഉറപ്പിച്ച് കുറിപ്പയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ഹലോ പറഞ്ഞു ആ പറഞ്ഞു. എന്തോ? എന്റെ പേര് ശൈലജ എന്നാണ്. ഞാൻ ബാലരാമപുരം താന്നിമൂട് എന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പ്രയറില് 3 മക്കളുള്ള ഒരു വീട്ടിൽ 3ാമത്തെ തലമുറ ദീപു എന്ന ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. അത്ഭുതം നടക്കും എന്ന് പറഞ്ഞു. എന്റെ മോനാണ്. ഞാൻ അത് ഏറ്റെടുക്കുന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഉള്ള പ്രാർത്ഥനയിലുള്ള ആലോചനയായിരുന്നു. അത് ഏറ്റെടുത്ത സിസ്റ്ററെ വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് അവനെ ദൈവം സാക്ഷിയാക്കി മാറ്റും. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ അത്ഭുതമാവും സിസ്റ്ററെ. ദൈവം ഇടപെട്ടതാ കേട്ടോ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ. എനിക്ക് പറയാനുണ്ട്. പറഞ്ഞു. ഇന്നലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എന്റെ മുട്ട് ഭയങ്കര വേദനയായിരുന്നേ. ഉറങ്ങാൻ പോലും പറ്റില്ല. ഉറക്കത്തിലൊക്കെ ഉറങ്ങിയിരിക്കുകയായിരുന്നു, വേദനിച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ ആ സമയം പെട്ടെന്ന് എനിക്ക് സൗഖ്യം കിട്ടി. യേശുവിന്റെ തിരുമുറിവിനാൽ ഞാനത് പറഞ്ഞ് ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ സൗഖ്യം കിട്ടി. 2 ദിവസം മുന്നേ വെരിക്കോസ് വെയിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഒരു വർഷങ്ങള് ഒരു 4 5 അതിലധികം ആയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും വേദനയായിരുന്നേ. ഓരോ പോയിന്റിൽ വന്നിട്ട് അതിങ്ങനെ കുത്തി വേദന എടുക്കുക, നിൽക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സൗഖ്യം കിട്ടി. നന്ദി കർത്താവേ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 4 വർഷമായിട്ടുണ്ടായിരുന്ന വെരിക്കോസിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുത്തി വെക്കുന്നത് പോലുള്ള വേദനയായിരുന്നു. പാടിലും വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് കർത്താവ് സൗഖ്യമാക്കി. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ വർഷങ്ങൾ പഴക്കമുള്ള ഏത് രോഗമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി. ഉറപ്പാക്കി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ ഇപ്പോഴൊരു ആലോചന പറഞ്ഞായിരുന്നല്ലോ, അക്കൗണ്ട് നമ്പര്. അതിനകത്ത് 1503 പലയിടത്തായിട്ട് ആ നമ്പർ കിടക്കുന്നത്. അതെനിക്ക് ഏറ്റെടുക്കാമോ? തീർച്ചയായിട്ടും സിസ്റ്റർ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് ഒരു നമ്പറിന്റെ കൂട്ടത്തിലാണ് കിടക്കുന്നത്. അത് ഏത് ഭാഗത്താണ് ഞാൻ കാണുന്നില്ല. അത് ഏറ്റെടുത്തു. കർത്താവിന്റെ പറഞ്ഞു പറഞ്ഞു. ബ്രദറെ ഒരു ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞു. അതെന്റെ ഡോക്ടറിന്റെ വീട്ടുപേരാ. ചെമ്പരത്തി എന്നുള്ളത് അതെ, ഡോക്ടറിന്റെ വീട്ടുപേരാ ചെമ്പരത്തി. അത് ഏറ്റെടുത്തു. ആമേൻ. ഏറ്റെടുത്തു. കോട്ട കർത്താവ് ആ കുടുംബത്തെ തൊടാൻ വേണ്ടി പോകുന്നു. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ?
ഹലോ ബ്രദർ, ഒരു പറഞ്ഞു സംശയം പറയാൻ. പറഞ്ഞു നമ്മുടെ റിലേഷൻ പെൺകുട്ടി ചെന്നൈയിലാണ് ഇരിക്കുന്നതേ. അവര് ഒരുപാട് പ്രതിസന്ധി കൂടി കടന്നു പോവാണ്. അപ്പൊ അവരെ റിലേഷൻ വേറെ പെൺകുട്ടി അതിലുണ്ടെന്ന് പറ്റിങ്ങനെ അവരും ഇതില് സൂമിൽ കയറുന്നുണ്ട് ചെന്നൈന്ന്. അപ്പൊ അവര് പറഞ്ഞിട്ടാണ് ഈ ഷെയ്മി പറഞ്ഞവർക്ക് നമ്മളത് സൂം അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തതിന് ശേഷം ഇവരൊക്കെ പറഞ്ഞു എന്റെ അടുത്തും വീടും പറഞ്ഞു നീ ടെൻഷൻ ആവണ്ട, കടഭാരം പറഞ്ഞ അത്ര വലിയ കടഭാരമായിരുന്നു. 3 കോടിക്ക് വീട് വിറ്റത്. എന്നിട്ടും കടം വരുന്നില്ല. ഇത്ര 200 പവന്റെ സ്വർണം ഉണ്ടായിരുന്നു, അതും വിറ്റ്. എല്ലാം കൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടി. കുട്ടി മാനസികമായി തകർന്നു. 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി കുഴപ്പമില്ലാണ്ട് പഠിക്കുന്നത്, രണ്ടാമത്തെ കുട്ടി പഠിപ്പില്ല, അങ്ങനെ പുറകോട്ടാണ് പോകുന്നത്. കുടുംബം പറഞ്ഞാൽ എത്രത്തോളം താന്നുപോയി, അത്രത്തോളം ഉയർന്ന കുടുംബം നന്നായി താന്നുപോയി. എന്നിട്ട് വിഷയമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു, ടെൻഷൻ ആവണ്ട, ദൈവത്തിൽ ഭാരപ്പെടേണ്ട, എല്ലാം ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, ജോലി കിട്ടും. കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കിയില്ല, ജോലി ലഭിക്കും പറഞ്ഞു. അതും ദൈവം അനുഗ്രഹിച്ച് ഇന്ന് പുതിയ ഒരു ജോലിക്ക് വേണ്ടി അവര് വിളിച്ചു, അവർ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അതിനും ദൈവത്തോട് ഞാൻ നന്ദി പറയണം. വലിയൊരു സന്തോഷം. അപ്പൊ ഞാൻ ഈ വചനങ്ങളൊക്കെ അയച്ചു കൊടുത്ത് കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഭർത്താവ് കടത്തിന്റെ പേരില് ഭർത്താവും അത്ര മുണ്ടലില്ല, അകന്നാണ് ഇരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഭർത്താവ് ജോലി ചെയ്യുന്നത്, വേറൊരു ഫാമിലി. ഒരുപാട് പ്രശ്നം. ദിവസം ഈ പ്രാർത്ഥനകൾക്ക് നല്ലൊരു സമാധാനം ഉണ്ട്. ഞാൻ ആശ്വാസ തീർച്ചയായിട്ടും അവരെ പിന്നെയും ബലപ്പെടുത്തുക. കർത്താവ് പിന്നെയും അവരെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. കർത്താവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് ദൈവം അവർ ഉപയോഗിക്കും കേട്ടോ. ശക്തമായിട്ട് അവരെ ബലപ്പെടുത്തുക, ദൈവം സാക്ഷിയാക്കി മാറ്റും. മറ്റാരെങ്കിലും സാക്ഷിയുണ്ട്? വേഗത്തിൽ പറഞ്ഞു. ഹലോ ബ്രദർ, ഒരു സംശയം ചോദിച്ചോട്ടെ? എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ബ്രദറിന്റെ കൂടെ ഞാൻ ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്കങ്ങ് ഭയങ്കര തലയ്ക്കങ്ങ് ഭയങ്കര ഒരു അസ്വസ്ഥതയും ഭാരവും. അതെന്താ ബ്രദർ അങ്ങനെ വരുന്നേ? മനസ്സിലായില്ല സിസ്റ്റർ? നിന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അത് എന്റെ മോന്റെ പേര് ആലൻ എന്നാണ്. അപ്പൊ അത് ആലന്റെ പേര് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഭയങ്കര തലയ്ക്ക് അങ്ങ് ഭയങ്കര സിസ്റ്റർ, ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ ദൈവസാന്നിധ്യം വരുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. ദൈവസാന്നിധ്യം വരുമ്പോൾ ഞാനത് ഈ ദൈവശബ്ദം എങ്ങനെ നമുക്ക് ഗ്രഹിക്കാന്നുള്ളതിൻ്റെ അകത്ത് സാന്നിധ്യം വരുമ്പോൾ പല രീതിയിൽ നമുക്കുണ്ടാവും. ചില സമയത്ത് നമുക്ക് ശരീരം കുഴയുന്നത് പോലെ പല ഫീലിങ്സിലൂടെ വരും. വചനം പറയുന്ന സമയത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഒരു ദൈവശക്തിയുടെ വ്യാപാരം വരുന്നത് അങ്ങനെ ഉണ്ടാവും. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ് ആ എക്സ്പീരിയൻസുകൾ. അപ്പം അങ്ങനെ ചില അനുഭവങ്ങൾ വരുമ്പം നമ്മൾ വചനം പറയുന്ന സമയത്ത് പിന്നെയും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ നാമം പറയുമ്പോൾ പിന്നെയും വരുന്നുണ്ടെങ്കിൽ, ചില സമയത്ത് ദൈവസാന്നിധ്യത്തിൽ നമ്മുടെ ശരീരം ഒലയുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അതിനെ യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്തോളും കേട്ടോ. ഹലോ ബ്രദർ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റി. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു കേൾക്കുന്നുണ്ട്. 4 ദിവസം മുമ്പ് ബ്രദർ ഇതുപോലെ പ്രാർത്ഥന രാവിലെ പ്രാർത്ഥന ഇടുമല്ലോ, അതിനകത്ത് ഇങ്ങനെ വൈശാഖ് പറയുന്ന ഒരു മോനെ കാണിക്കുന്നു. ആ കുട്ടിക്ക് ഒരു സഹോദരിയും കൂടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഇതുപോലെ ഞങ്ങളുടെ വീടിനടുത്ത് ഷീല എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ട്, അവരുടെ മോന്റെ പേര് വൈശാഖ് എന്നാ. അപ്പൊ ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഈ പ്രാർത്ഥന ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ആ പ്രാർത്ഥന കേൾക്കണം, ഞാൻ കേൾക്കുന്ന പ്രാർത്ഥന അതിനകത്ത് ഞങ്ങളുടെ മോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിൽ തോന്നി, അതുകൊണ്ടാണ് ഇട്ട് തരുന്നെന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞു, ചേച്ചി ഇതൊരു അത്ഭുതമാ, ഇന്നലെ രാത്രി അവന്റെ പെങ്ങൾക്ക് വയ്യാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പ്രഷറൊക്കെ ലോ ആയി കൊണ്ടുപോയത്, ഇതൊരു അത്ഭുതം തന്നെയാ, അത് തന്നെ വെളിപ്പെടുത്തി തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഇന്നും ആ പ്രാർത്ഥനയ്ക്ക് കയറുന്നത്. ഇന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ മാറ്റി പറയാൻ അറിയത്തില്ല ചേച്ചി, സാക്ഷ്യം ഒന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പ്രിയ സഹോദരി പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ്.
പറഞ്ഞ പോലെ തന്നെ ആ ദൈവിക ആലോചന പ്രവചനം കേട്ടപ്പോൾ ആ കുടുംബക്കാരെ കേൾപ്പിച്ചു. അവര് പ്രാർത്ഥനയ്ക്ക് കൂടുന്നവരല്ലാണ് സിസ്റ്റർ ഇതുവരെ ഇതിനു മുമ്പ് നമ്മുടെ അവര് കത്തോലിക്കരായിരുന്നു. എനിക്കന്നേരം എന്റെ മനസ്സിൽ തോന്നി അവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണോന്ന്. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത. പക്ഷെ അത് കഴിഞ്ഞപ്പോ എല്ലാ ദിവസവും കയറുന്നുണ്ട്. ഞാൻ എന്നും ഈ ലിങ്ക് ഇട്ട് കൊടുക്കും, എല്ലാ ദിവസവും കയറുന്നുണ്ട്. അപ്പൊ ഇന്ന് ആമേൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആലോചന അയച്ചു കൊടുക്കുന്നത് വലിയ കാര്യമാണ്. കാര്യം പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയെ കൂടുന്ന വ്യക്തി അല്ലായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അത് പറഞ്ഞപ്പോൾ ആ സഹോദരി കുടുംബം പറഞ്ഞത് വലിയൊരു അതിശയമാണ്. കാര്യം അവർ കടന്നു പോകുന്ന വിഷയത്തെ മുന്നമ്മേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഈ സിസ്റ്റർ അത് പറഞ്ഞില്ലായിരുന്നു. ആലോചിച്ച് നോക്കി, അത് ആ കുടുംബത്തിൽ പറയാൻ തോന്നി. അങ്ങനെ കുടുംബത്തിൽ ചെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഞങ്ങൾ കടന്നു പോകുന്ന വിഷയം. അപ്പം നിങ്ങൾ ഓരോ ആലോചനയും ദൈവം ഇടപെടുമ്പോൾ ഓരോ കുടുംബത്തെയും വിടുവിക്കാൻ നിങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. അതിനൊരു തെളിവാണ് ഈ സാക്ഷ്യം. കർത്താവ് ഇനിയും ശക്തമായിട്ട് അനേകർക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാനുള്ളവര്? ബ്രദർ, ഞാനുണ്ട്. കുറച്ചു മുമ്പ് ആന്റി പറഞ്ഞത് എന്താ കാര്യമാണ്. എനിക്കാണ് ജോലി കിട്ടിയത്. ആന്റി വിളിക്കുന്നവരെ ഞാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ പോലത്തെ ഒരു ഇതിലായിരുന്നു. പിന്നെ ആന്റി ഈ പ്രാർത്ഥന എനിക്ക് അയച്ചു തന്നു, ഈ പ്രാർത്ഥിക്കുകയല്ല ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റി തന്നെ എന്നും കയറാൻ കൊടുക്കും. ഇന്ന് എനിക്ക് പെട്ടെന്ന് വിളിച്ച് അവർ പറഞ്ഞ് ജോലിക്ക് വരാൻ. എനിക്ക് അതൊരു സാക്ഷിയായിട്ട്. നന്ദി കർത്താവേ, ഇടപെട്ട വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോ സാക്ഷ്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ സാക്ഷ്യങ്ങളെ ഇപ്പോൾ വിഷമത്തോടെ നിർത്തുന്നു. നമുക്ക് സമയം മുന്നോട്ട് പോയതുകൊണ്ടാണ്. നാളെ നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ വചനത്തിലൂടെ കേൾക്കാം. ദൈവാത്മാവിൽ നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. സ്വർഗം നമ്മളെ കാണുന്നല്ലോ. നമുക്ക് മുന്നോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയർ സ്റ്റേഷന്റെ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നല്ലോ. പട്ടണങ്ങളിൽ കർത്താവിന്റെ നാമത്തിലുണ്ടല്ലോ. UK-യിൽ നമ്മുടെ പ്രാർത്ഥനകൾ നടക്കുന്നു. അത് നിങ്ങൾക്ക് നേരിൽ വരുവാൻ, പ്രാർത്ഥന കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. സൺഡേ നടക്കുന്ന പ്രാർത്ഥനയാണ്. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് എവിടെയാണ്, ലോകത്തിന്റെ എവിടെ ഏത് കോണിലാണെങ്കിലും ഇന്ന് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. വിശ്വസിക്കുമ്പോൾ രക്തസ്രാവക്കാരിയെ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ പറയണം, ഞാൻ രക്ഷപ്പെടും, ഞാൻ അത്ഭുതം കാണും, ഞാൻ എൻ്റെ കർത്താവിന്റെ പ്രവൃത്തിയെ കാണും, ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമായി വരും, ഞാൻ യേശുവിനെ വിശ്വസിക്കും.